Good afternoon. Good afternoon, ma'am. Good afternoon. ഭക്ഷണമൊക്കെ കഴിഞ്ഞ എല്ലാവരും ഊണൊക്കെ കഴിച്ചോ? കഴിച്ചു അല്ലേ? ഇനിയുണ്ടോ കുട്ടികൾ കയറാനായിട്ട്? 32 പേരെ ആയിട്ടുള്ളൂ. എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ പോയിക്കാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ പറഞ്ഞു ഷിഫ. ഒന്നല്ല, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പെട്ടെന്ന് ലീവ് ആയത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലേ വെള്ളിയാഴ്ച പെട്ടെന്ന് ലീവ് ആയിരുന്നു, ടീച്ചറിനോട് പറയാതെ. അപ്പൊ ഞാൻ ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു, അതായിരുന്നു. അപ്പൊ എനിക്ക് പിന്നീട് എനിക്ക് എന്തോ പറയാതെ ലെഫ്റ്റ് ആയതില്ലേ. ഹോസ്പിറ്റൽ കേസ് വന്നു അല്ലേ? എന്തായിരുന്നു? ഷിഫയ്ക്കാണോ? അതെനിക്ക് പിന്നെ കണ്ണ് ചെറിയൊരു ഇൻഫ്ലമേഷൻ ഉണ്ടായിരുന്നു. അതിന് ബുക്ക് ചെയ്തിരുന്നു ഡോക്ടറിനെ. ബസ്സിന്റെ ടൈം ആയപ്പോ ഞാനത് ഓർക്കാതെ ഓടി പോവുകയായിരുന്നു. അത് എന്നിട്ട് ഡോക്ടറെ കണ്ടില്ലേ? ഓക്കെ ആയില്ലേ? കാണിച്ചു. മരുന്ന് ഐ ഡ്രോപ്സ് യൂസ് ചെയ്യണ്ടേ. എന്നാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ആർത്രൈറ്റിസിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് കണ്ണിന് വന്നതാന്ന് പറഞ്ഞു. യൂസ് ചെയ്യണ്ട. ശരി, കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ ക്ലാസ് കാണാൻ പറ്റാത്ത ആളുകള് റെക്കോർഡഡ് ക്ലാസ് കാണാം കേട്ടോ. പല ആവശ്യങ്ങളൊക്കെ വരുന്നതല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ശരി, നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് കുറച്ച് 7 ഡിപ്പാർട്ട്മെന്റ്സുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ് മിസ്സായവര് റെക്കോർഡഡ് ക്ലാസ് കാണാം കേട്ടോ, കുഴപ്പമില്ല. പിന്നെ നമ്മൾ എടുത്തിരുന്ന ഡിപ്പാർട്ട്മെന്റ്സ് ഇതൊക്കെയായിരുന്നു. ജനറൽ മെഡിസിൻ എടുത്തിരുന്നു, പിന്നെ ഗൈസ്ട്രോ എൻറ്ററോളജി, ഹെപ്പറ്റോളജി, പിന്നെ ഗൈനക്കോളജി, ഒബ്സ്ട്രക്റ്റിക്സ്, ന്യൂറോളജി, പിന്നെന്താണ് നമ്മുടെ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസിനെ കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പും കൂടെ പഠിച്ചു. ART എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടില്ല, പക്ഷെ ഒബ്സ്ട്രക്റ്റിക്സിന്റെ ഉള്ളിൽ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പൊ അത്രയും ഡിപ്പാർട്ട്മെന്റ്സുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കേട്ടോ, ഡിസ്കസ് ചെയ്തത്. അപ്പോ ഒരാള് പറയണല്ലോ, അമൃത ഉണ്ടോ? അമൃത കൃഷ്ണ, അമൃത കൃഷ്ണ, അമൃത, അമൃത ഉണ്ടോ? സൂര്യ ഉണ്ടോ? സൂര്യ വിനോദ്, ആരുല്ലേ? എല്ലാരും ഓൺ ചെയ്ത് വെച്ച് പോയോ? സുനി ഉണ്ടോ? സുനി ആരുമില്ല? ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണോ കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മുടെ ജനറൽ മെഡിസിൻ എന്തായിരുന്നു? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ജനറൽ മെഡിസിൻ എന്ന് പറഞ്ഞാല് അത് ഇന്ത്യനിലായിട്ടുള്ള ഒരു മൊത്തത്തില് ഒരു സ്പെസിഫിക് സ്പെഷ്യലായിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലാതെ മൊത്തത്തിലായിട്ട് പഠിക്കുന്ന ഒരു ശാഖയാണ്. ഫിസിഷ്യൻസ് എന്നാണ് അവരെ സാധാരണയായിട്ട് ആ ഡോക്ടേഴ്സിനെ അറിയപ്പെടുന്നത്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മള് ജനറൽ മെഡിസിൻ പറഞ്ഞിരുന്നു, പിന്നെ ഗൈനക്കോളജി ഒക്കെ പറഞ്ഞിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ക്ലാസ് ശ്രദ്ധിക്കുക. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ, ഓൾ മ്യൂട്ട് കൊടുക്കാണ്. നെഫ്രോളജി പറഞ്ഞിരുന്നു കേട്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ. നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ അത് പറയാം. നെഫ്രോളജി ഒന്ന് ജസ്റ്റ് പറഞ്ഞു, അതിലൂടെ തന്നെ നമുക്ക് തുടങ്ങാം കേട്ടോ. ജസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു നെഫ്രോളജി എന്താണ്. അപ്പോ എന്താണ് നെഫ്രോളജി? എല്ലാവർക്കും അറിയാലോ. എന്തായിരിക്കും നെഫ്രോളജി എന്ന് പറയുന്നത്? കിഡ്നിയെ കുറിച്ചുള്ള പഠനമാണ് കേട്ടോ. കിഡ്നി സംബന്ധമായിട്ടുള്ള അതെ സുനി, കിഡ്നി. ഞാൻ സുനിനെ നേരത്തെ വിളിച്ചിരുന്നു. ഓക്കെ, പൂജ, ആശ, കിഡ്നി ആണ്. നെഫ്രോളജി എന്ന് പറയുന്നത് എന്താണ്? കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ അല്ലെങ്കിൽ വരുന്ന അസുഖങ്ങളെ ഡയഗ്നോസ് ചെയ്യാനും
ചികിത്സിക്കുകയും ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്, നെഫ്രോളജി എന്ന് പറയുന്നത്. കേട്ടല്ലോ? നമുക്കറിയാം അല്ലെ, നമ്മുടെ ശരീരത്തില് കിഡ്നിയുടെ ഫംഗ്ഷൻ എന്താണ്? കിഡ്നിയുടെ ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ രക്തത്തിലുള്ള മാലിന്യങ്ങള്, അതുപോലെ തന്നെ ലവണങ്ങള്, മറ്റ് എന്താ പറയുക ശരീരദ്രവങ്ങള്, ഇവയൊക്കെ എന്താണ് അരിച്ചു മാറ്റി രക്തം ശുദ്ധീകരിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു അവയവം അല്ലെ, ഒരു ഓർഗൻ ആണ് എന്തെന്ന് പറയുന്നത്, കിഡ്നി എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് 2 കിഡ്നികളാണ് ഉള്ളത്. അപ്പോൾ ഈ കിഡ്നിക്ക് വരുന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് നെഫ്രോളജി എന്ന് പറയുന്നത്. കിഡ്നിക്കകത്ത് നെഫ്രോൺസ് എന്ന് പറയുന്ന അരിപ്പയുണ്ട് കേട്ടോ. അതിലൂടെയാണ് അരിച്ചു മാറ്റുന്നത്, ഈ പറയുന്ന മാലിന്യങ്ങളൊക്കെ അരിച്ചു മാറ്റുന്നത് നെഫ്രോൺസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് കിഡ്നിക്കകത്ത്. അതിൽ നിന്നാണ് ആ പേര് നെഫ്രോളജി എന്ന് പറയാനായിട്ട് കാരണം കേട്ടോ, നെഫ്രോളജി. അപ്പോ എന്താണ് നെഫ്രോളജി? നമുക്ക് വായിക്കാം. Nephrology focuses on the diagnosis and treatment of diseases that affect the kidney, including electrolyte disturbance and hypertension. ഓക്കെ, എന്താണ് പറയുന്നത്? കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ ഡയഗ്നോസ് ചെയ്യുകയും ചികിത്സിക്കുകയും ചെയ്യുന്ന ഒരു വകുപ്പാണ് നെഫ്രോളജി. എന്തൊക്കെ പ്രശ്നങ്ങളാണ്? ഇൻക്ലൂഡിങ് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് അല്ലെ. ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസിന് നമുക്ക് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എന്ന് പറയാം കേട്ടോ, ഇംബാലൻസ് എന്ന് പറയാം. ആൻഡ് ഹൈപ്പർ ടെൻഷൻ. എന്താണ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഇലക്ട്രോലൈറ്റ്സ് നമ്മുടെ ശരീരത്തിലോട്ട് വരുന്ന ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ ഉണ്ട് കേട്ടോ ഇലക്ട്രോലൈറ്റ്സ്. നമ്മളിവിടെ ഹ്യൂമൻ ബോഡി വെച്ചിട്ടാണ് പറയുന്നത്. ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞാല് ഇലക്ട്രിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള മിനറൽസിനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. ഹ്യൂമൻ ബോഡി വെച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. ഇലക്ട്രിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള മിനറൽസിനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോ ഇത്തരം ഇലക്ട്രോലൈറ്റ്സുകൾ എന്താണ്, നമ്മളുടെ ഒരുപാട് ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ആൾക്കാരാണ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. ജീവൽ പ്രവർത്തനം അഥവാ ബയോ കെമിക്കൽ റിയാക്ഷൻസ്. എന്തൊക്കെ ജീവൽ പ്രവർത്തനങ്ങളാണ്? നമ്മുടെ നാഡി പ്രവർത്തനങ്ങളാവാം, അല്ലെങ്കിൽ പേശി സങ്കോചമാവാം, നമ്മളുടെ ശരീരത്തിൽ ആസിഡ് ബേസ് അതിനെ ബാലൻസ് ചെയ്ത് നിർത്താം. ഇങ്ങനെ ഒത്തിരിയേറെ ഫങ്ഷൻസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഒരു ബാലൻസിലാണ് നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? സോഡിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, അതുപോലെ കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, അങ്ങനെ എന്താണ് ഒത്തിരിയേറെ ഇലക്ട്രോലൈറ്റ്സ് നമ്മുടെ ശരീരത്തിലുണ്ട്. അവ കൃത്യമായിട്ട് ബാലൻസ് ചെയ്താണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ അതൊന്ന് കൂടുകയോ കുറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മളുടെ ശരീരത്തിന്റെ മെറ്റാബോളിക് ആക്ടിവിറ്റീസിനെ വളരെ പ്രതികൂലമായിട്ട് തന്നെ ബാധിക്കും. ഓക്കെ, അപ്പൊ ഈ ഇലക്ട്രോലൈറ്റ്സിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്നതിന് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു ഓർഗൻ ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ കിഡ്നി. ഓക്കെ, അപ്പൊ കിഡ്നിക്ക് ഏതെങ്കിലും തരത്തിൽ ഇഷ്യൂസ് വന്നാല് അല്ലെങ്കിൽ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഈ ഇലക്ട്രോലൈറ്റ്സിന്റെ ബാലൻസ് അത് നഷ്ടപ്പെടും. ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്നാണ് അതിനെ പറയാം, അഥവാ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എന്നാണ് അതിനെ പറയാം. ഓക്കെ, അങ്ങനെയുള്ള പ്രശ്നങ്ങള്. പിന്നെന്താണ്? ആൻഡ് ഹൈപ്പർ ടെൻഷൻ. ഹൈപ്പർ എന്ന വാക്ക് നിങ്ങൾ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് ഇൻക്രീസിനെയാണ് കേട്ടോ സൂചിപ്പിക്കുന്നത്. ഹൈപ്പർ, ഹൈപ്പോ എന്നാണെന്ന് വെച്ചാല് താഴെയാണ്, ഡിക്രീസിങ് ആണ് കേട്ടോ. ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രക്തസമ്മർദ്ദം, ഉയർന്ന രക്തസമ്മർദ്ദമാണ് അല്ലെ, ഹൈപ്പർ ആണ്. ഉയർന്ന രക്തസമ്മർദ്ദത്തിനും കാരണമാകും. ഇപ്പൊ വൃക്ക ശരിയായിട്ട് പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഇലക്ട്രോലൈറ്റ് ഇംബാലൻസുകൾ വരും, നമ്മുടെ ബോഡി ഫ്ലൂയിഡ് ഇംബാലൻസിലാവും. സ്വാഭാവികമായിട്ടും എന്ത് വർദ്ധിക്കും? നമ്മുടെ രക്തസമ്മർദ്ദം വർദ്ധിക്കും, അതായത് BP കൂടും. രക്തസമ്മർദ്ദം കൂടുമ്പോൾ അതിനെ തുടർന്ന് എന്താണ്? ഒത്തിരിയേറെ പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. മനസ്സിലായല്ലോ? അപ്പോ നമ്മൾ ഈ ടേംസുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ചില ടേംസുകൾ ഏത് ഡിപ്പാർട്ട്മെന്റിനോടായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കേട്ടല്ലോ? അപ്പോ ഇലക്ട്രോലൈറ്റ്, ഓക്കെ, ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് ആൻഡ് ഹൈപ്പർ ടെൻഷൻ ക്ലിയർ ആയല്ലോ. ഇനി റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി ഇൻക്ലൂഡിംഗ് ഡയാലിസിസ് ആൻഡ് ട്രാൻസ്പ്ലാന്റ് ആർ ആൾസോ ക്യാരിഡ് ഔട്ട് ബൈ നെഫ്രോളജിസ്റ്റ്. ആരാണ് നെഫ്രോളജിസ്റ്റ്? നെഫ്രോളജി സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ചിട്ടുള്ള ഡോക്ടേഴ്സ് ആണ് നെഫ്രോളജിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോ റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി, റീനൽ എന്ന് പറയുന്ന വേർഡ് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? കിഡ്നിയുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ എന്തൊക്കെ റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പിയാണ്? ഇൻക്ലൂഡിങ് ഡയാലിസിസ്, നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, ഡയാലിസിസ്, അതുപോലെ തന്നെ ട്രാൻസ്പ്ലാന്റ്, ഇങ്ങനെയുള്ള സേവനങ്ങളും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നമുക്ക് നൽകുന്നുണ്ട്. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ്.
ഡയാലിസിസ് നിങ്ങൾക്കറിയാലോ. ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, കിഡ്നിയുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു കിഡ്നി എന്ന് പറയുന്ന ഓർഗന്റെ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, രക്തം ശുദ്ധീകരിക്കാനാണ്. അപ്പൊ എന്തെങ്കിലും കിഡ്നി ഫെയിലിയർ വന്നാൽ എന്ത് ചെയ്യും? ഈ ബ്ലഡിനെ പുറത്തേക്ക് എത്തിച്ച് ഒരു യന്ത്രത്തിന്റെ സഹായത്തോടു കൂടി രക്തം ശുദ്ധീകരിക്കുന്ന ആ ഒരു പ്രക്രിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയാലിസിസ് എന്ന് പറയുന്നത്. അതെ ജോബി, കറക്റ്റ് ആണ് കേട്ടോ. ബ്ലഡ് ഇറക്കി തിരിച്ചു കയറ്റുന്നത്. അതെ, ബ്ലഡ് ഒരു യന്ത്രത്തിന്റെ സഹായത്താൽ പുറത്തേക്ക് കൊണ്ടുവന്ന് ശുദ്ധീകരിച്ച് തിരിച്ച് ബോഡിയിലേക്ക് തന്നെ കയറ്റി വിടും കേട്ടോ. അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡയാലിസിസ് എന്ന് പറയുന്നത്. പിന്നെ ഡയാലിസിസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ, നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. പിന്നെ ട്രാൻസ്പ്ലാന്റ് അറിയാലോ, നമുക്ക് 2 കിഡ്നീസ് ഉണ്ട്, ഒരെണ്ണം മതി നമുക്ക് ജീവിക്കാനായിട്ട്. അപ്പൊ 2016 ആവുകയാണെങ്കിൽ പിന്നെ ലൈഫ് സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തതായിട്ട് വരും ഇല്ലേ. അപ്പൊ അത്തരം സേവനങ്ങളും ഏത് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് നൽകുന്നുണ്ട്? നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ് നൽകുന്നുണ്ട്. മനസ്സിലായോ നിങ്ങൾക്ക്? ക്ലിയർ ആണല്ലോ ഞാൻ പറഞ്ഞത്? നമ്മള് ഇതൊരു വലിയ ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ ഒത്തിരിയേറെ ഡിപ്പാർട്ട്മെന്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റ്സും എന്തുമായിട്ടാണ് റിലേറ്റഡ് ആണ്, അതിൽ പറയുന്ന എക്സ്ട്രാ ചില പോയിന്റ്സുകളുണ്ട്. ഏതൊക്കെ അവയവങ്ങൾ അതിൽ ഉൾപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ എന്തെല്ലാം ട്രീറ്റ്മെന്റ്, എന്തെല്ലാം സേവനങ്ങളാണ് അവർ പ്രൊവൈഡ്, അത് കൂടുതൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കണം കേട്ടോ. കാര്യം നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ഇവര് വാരി വരച്ചൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ കൂടി പോയിന്റ്സ് വളരെ ചുരുക്കമുള്ളൂ, ചുരുക്കം പോയിന്റ്സ് മാത്രമേ അതിനകത്ത് പറയുന്നുള്ളൂ. അത് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, സുനിത, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ അത് മനസ്സിലായോ? ഇനി നമ്മൾ പുതിയൊരു ഡിപ്പാർട്ട്മെന്റ് പഠിക്കുകയാണ്. ഏതാണത്? ന്യൂക്ലിയർ മെഡിസിൻ. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ന്യൂക്ലിയർ മെഡിസിൻ. എന്താണ് ന്യൂക്ലിയർ മെഡിസിൻ? നമുക്ക് അത്ര ഫെമിലിയർ എന്നൊന്നും പറയാൻ പറ്റില്ല. കാര്യം എന്താ, മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഒരുവിധം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി അല്ലെങ്കിൽ കണ്ടു കേട്ടൊക്കെ നമുക്ക് പരിചയമുണ്ട് അല്ലെ. ഇത് പരിചയമുള്ളവരുണ്ടായിരിക്കും കേട്ടോ. എന്നാലും ഞാൻ പറയാണ് ന്യൂക്ലിയർ മെഡിസിൻ. ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡിക്കൽ ഇമേജിങ്. അതെ, മെഡിക്കൽ ഇമേജിങ്ങിന്റെ ഒരു ശാഖയാണ് കേട്ടോ. പൂജ പറഞ്ഞത് കറക്റ്റ് ആണ്. മെഡിക്കൽ ഇമേജിങ് അഥവാ റേഡിയോളജിയുടെ തന്നെ ഒരു ബ്രാഞ്ച് ആണ്. അതിന്റെ ഒരു ബ്രാഞ്ച് ആണ് ഇതെന്ന് പറയുന്നത് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഇമേജിംഗ് ടെക്നോളജീസ് അല്ലെ, റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജീസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിന്റെ തന്നെ ഒരു ബ്രാഞ്ച് ആണ് ന്യൂക്ലിയർ മെഡിസിൻ. നമുക്ക് വായിക്കാം. Nuclear medicine is a branch of medical imaging that uses small amount of radioactive material to diagnose and ascertain the severity of or treat a variety of diseases. പറയാട്ടോ എന്തൊക്കെ ഡിസീസ് ആണ്. അത് വലിയൊരു സെന്റൻസ് ആണത്. ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത് മെഡിക്കൽ ഇമേജിങ്ങിന്റെ തന്നെ ഒരു ബ്രാഞ്ച് ആണ്. റേഡിയോളജി അഥവാ മെഡിക്കൽ ഇമേജിങ്ങിന്റെ ഒരു ഭാഗമാണ്. എന്തിനാണ് നമ്മൾ ഇമേജിംഗ് ഒക്കെ യൂസ് ചെയ്യുന്നത്? റേഡിയോളജി ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഡയഗ്നോസിന് വേണ്ടിയിട്ടാണ് അല്ലെ. അതായത് രോഗനിർണയത്തിന് വേണ്ടിയിട്ടാണ്. അവയിലൂടെ കിട്ടുന്ന ഇമേജസിലൂടെയാണ് നമുക്ക് എന്ത് രോഗമാണ് അല്ലെങ്കിൽ എന്താണ് അവർക്ക് ബാധിച്ചിരിക്കുന്നത് നമുക്ക് കണ്ടെത്തുന്നത് ഇത്തരം ഇമേജിങ്ങിലൂടെയാണ്. അതിന്റെ തന്നെ ഒരു ബ്രാഞ്ച് ആണ് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത്. അതിനകത്ത് എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്? അതായത് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് വിവിധ രോഗങ്ങളെ ചികിത്സിക്കുകയും അതുപോലെ തന്നെ രോഗനിർണയം നടത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു ശാഖയാണ് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത്. എന്താണ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ എന്ന് പറഞ്ഞ പേരിൽ തന്നെ നമുക്ക് കിട്ടും അല്ലെ. റേഡിയോ ആക്റ്റീവ് അല്ലെ, റേഡിയേഷനെ ആക്റ്റീവ് ആക്കുന്നത് അല്ലെങ്കിൽ റേഡിയേഷനെ എമിറ്റ് ചെയ്യുന്നത് അല്ലെ. അത്തരത്തിലുള്ള മെറ്റീരിയൽസ് ആണ് എന്ത്? റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്. ശരിക്കും പറഞ്ഞാൽ അത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ് കേട്ടോ. അൺസ്റ്റേബിൾ എന്ന് വെച്ചാൽ എന്താണ്? സ്ഥിരതയില്ലാത്ത ആറ്റംസുകളാണ്. പക്ഷെ അവർ റേഡിയേഷനെ എമിറ്റ് ചെയ്യുന്നു. ഹൈ എനർജി റേഡിയേഷനെ എമിറ്റ് ചെയ്തുകൊണ്ട് അവരെന്തായി മാറാണ്? സ്റ്റേബിൾ ആയിട്ട് മാറാണ്. അപ്പൊ അത്തരത്തിലുള്ള റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് വിവിധ തരത്തിലുള്ള അസുഖങ്ങളെ ചികിത്സിക്കുകയും, ചികിത്സ മാത്രമല്ല പിന്നെന്താ ഡയഗ്നോസും കൂടെ ചെയ്യുന്നുണ്ട്. അതായത് രോഗനിർണയം കൂടെ അവിടെ നടത്തുന്നുണ്ട്. എന്തൊക്കെ അസുഖങ്ങളാണെന്നാണ് ഇനി പറയുന്നത്. ഓക്കെ, വെറൈറ്റി ഓഫ് ഡിസീസ്. ഏതൊക്കെയാണ്? വെറൈറ്റി ഓഫ് ഡിസീസ് ഇൻക്ലൂഡിങ് മെനി ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സ് അല്ലെ, പല വിധത്തിലുള്ള ക്യാൻസറുകള്, അതുപോലെ ഹാർട്ട് ഡിസീസ്, ഹൃദ്രോഗം, പിന്നെന്താണ് ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈൻ, അതായത് നമുക്ക് ദഹനനാളത്തിലൊക്കെ ബാധിക്കുന്ന പ്രശ്നങ്ങള്, എൻഡോക്രൈൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ, അന്തസ്രാവി വ്യവസ്ഥ അതിനെ ബാധിക്കുന്ന പ്രശ്നങ്ങള്,
പിന്നെന്താണ് ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ്, നാഡീ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആൻഡ് അതർ അബ്നോർമാലിറ്റീസ് വിത്തിൻ ദ ബോഡി, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മറ്റു പല അപാകതകളിലും അല്ലെങ്കിൽ ഈ പറയുന്ന രോഗങ്ങളൊക്കെ ചികിത്സിക്കാനും അതുപോലെ രോഗനിർണയം നടത്താനുമായിട്ട് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ആണ് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? അടുത്തത് ന്യൂക്ലിയർ യൂസ്. ഇവിടെ ന്യൂക്ലിയർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ന്യൂക്ലിയർ മെഡിസിന്റെ വേണം കേട്ടോ. ന്യൂക്ലിയർ മെഡിസിൻ യൂസ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ കോൾഡ് റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ്. അതായത് ഈ പറയുന്ന ന്യൂക്ലിയർ മെഡിസിൻ യൂസ് ചെയ്യുന്നത് റേഡിയോ ആക്റ്റീവ്, നമ്മൾ നേരത്തെ പറഞ്ഞു കേട്ടോ, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് പറയുമ്പോഴാണ് ഒരു കാര്യം പറയട്ടെ. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളുടെ ക്യാൻസർ പോലെയുള്ള ട്രീറ്റ്മെന്റിന് കൊബാൾട്ട് 60 എന്നൊക്കെ പറയുന്ന റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താണ് അയോഡിൻ 131 എന്ന് പറയുന്ന റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് നമുക്ക് ഈ പറയുന്ന തൈറോയിഡ് ഇഷ്യൂസ് അതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ആണ്. അതുപോലെ എന്താണ് താലിയം 231, ഇത് ഹൃദ്രോഗത്തിന് ഉപയോഗിക്കുന്ന റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ആണ്. അതുപോലെ എന്താണ് ടെക്നീഷ്യം 99 ഹൃദ്രോഗത്തിനും ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാഡീ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ചില എന്താണ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ആണ് കേട്ടോ. ജസ്റ്റ് പറഞ്ഞു നോക്കും. കൊബാൾട്ട് 68 സാധാരണ ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും, ഈ പറയുന്ന ക്യാൻസർ ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്ന ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ആണ് കേട്ടോ. ഇനി ന്യൂക്ലിയർ കേട്ടിട്ടുണ്ട് അല്ലെ പൂജ? ഓക്കെ. ന്യൂക്ലിയർ മെഡിസിൻ യൂസ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ കോൾഡ് റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ്. ഇവിടെ നമ്മൾ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിന് എന്ത് പേരാണ് പറയാ? റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് എന്നാണ് പറയാ കേട്ടോ. റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ്. കാരണം എന്താണ്? അത് നമ്മൾ ചികിത്സയുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവയെ റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ്, ഫാർമസി പർപ്പസ് അല്ലെ, ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അവയെ നമ്മൾ റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് എന്നാണ് പറയുന്നത്. ഇനി എന്തൊക്കെ അസുഖങ്ങളാണ്? അപ്പൊ അത് നിങ്ങൾക്ക് ന്യൂക്ലിയർ മെഡിസിൻ എന്താന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി എന്തെല്ലാം അസുഖങ്ങളെയാണ് നമ്മൾ ന്യൂക്ലിയർ മെഡിസിൻ വഴി ട്രീറ്റ് ചെയ്യുന്നത്? അത് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം. എന്തൊക്കെയാണ് എക്സാമ്പിൾസ് ഓഫ് ഡിസീസസ് ട്രീറ്റഡ് വിത്ത് ന്യൂക്ലിയർ മെഡിസിൻ പ്രൊസീജിയേഴ്സ് ആണ്? എന്തൊക്കെ അസുഖങ്ങളാണ് നോക്കിയേ? ഹൈപ്പർ തൈറോയിഡിസം. ഞാൻ പറഞ്ഞു ഹൈപ്പർ എപ്പോഴും ആ ഉയർച്ച അല്ലെ, ഇൻക്രീസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഹൈപ്പർ തൈറോയിഡിസം അല്ലെ, തൈറോയിഡിന്റെ വെച്ചാൽ വളരെ തൈറോയിഡ് ഗ്ലാൻഡ് ഒത്തിരി ആക്റ്റീവ് ആകുന്ന അവസ്ഥ, അത് ഉത്പാദിപ്പിക്കുന്ന തൈറോക്സിന്റെ അളവ് ഭയങ്കരമായിട്ട് കൂടുന്ന അവസ്ഥ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്. ഹൈപ്പറും ഉണ്ട് ഹൈപ്പോ ഉണ്ട് കേട്ടോ. ഇവിടെ പറയുന്നത് ഹൈപ്പർ തൈറോയിഡിസം ആണ്. തൈറോയിഡിന്റെ അളവ് ഒത്തിരി കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ശരീരത്തിൽ മെറ്റാബോളിക് ആക്ടിവിറ്റീസ് വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കാനായിട്ട് തുടങ്ങും. നമ്മളുടെ ഹാർട്ടിന്റെ റേറ്റ് ആ ഒരു സ്പന്ദനമൊക്കെ ഒത്തിരി കൂടും, ഒത്തിരി പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ഹൈപ്പർ തൈറോയിഡിസം, അതുപോലെ തൈറോയിഡ് ക്യാൻസർ, കൈവിറയിലൊക്കെ വരും. അതെ, കറക്റ്റ് ആണ്. പിന്നെന്താണ് നമ്മൾ പറഞ്ഞത്? തൈറോയിഡ് ക്യാൻസർ. ലിംഫോമ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ ബ്ലഡ് ബാങ്ക് ഒക്കെ പറയുന്ന സമയത്ത് ജസ്റ്റ് പറഞ്ഞു പോയിട്ടുണ്ട്. ലിംഫോമ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ബ്ലഡ് ക്യാൻസർ കേട്ടോ. ബ്ലഡ് ക്യാൻസറിന്റെ തന്നെ ഒരു ടൈപ്പ് ഓഫ് ബ്ലഡ് ക്യാൻസർ ആണ്. അത് നമ്മളുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിനെയാണ് ബാധിക്കുന്നത്. ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാല് നമ്മളുടെ പ്രതിരോധ വ്യവസ്ഥയെ സ്വാധീനിക്കുന്ന സിസ്റ്റം തന്നെയാണ് കേട്ടോ, ലിംഫാറ്റിക് സിസ്റ്റം. അതിനെ ബാധിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ബ്ലഡ് ക്യാൻസർ തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ലിംഫോമ. ലിംഫാറ്റിക് സിസ്റ്റത്തിനെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ടാണ് ആ പേര് ലിംഫോമ എന്ന് വന്നത് കേട്ടോ. അപ്പൊ ലിംഫോമ. പിന്നെന്താണ്? ആൻഡ് ബോൺ പെയിൻ ഫ്രം സം ടൈപ്സ് ഓഫ് ക്യാൻസർ. പലതരം ക്യാൻസർ മൂലം ഉണ്ടാകുന്ന ബോൺ പെയിൻ അല്ലെ, അസ്ഥിവേദനകള്, ഇങ്ങനെയുള്ള അസുഖങ്ങളെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഏത് വഴി? ന്യൂക്ലിയർ മെഡിസിൻ വഴി. അപ്പൊ അത് പഠിക്കണം. ന്യൂക്ലിയർ മെഡിസിൻ വഴി ട്രീറ്റ് ചെയ്യുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഹൈപ്പർ തൈറോയിഡിസം, അതുപോലെ തൈറോയിഡ് ക്യാൻസർ, ലിംഫോമാസ് ആൻഡ് ബോൺ പെയിൻ ഫ്രം സം ടൈപ്പ് ഓഫ് ക്യാൻസർ. ക്ലിയർ ആണല്ലോ? അടുത്ത പോയിന്റ്, സ്പെഷ്യലി ഡിസൈൻഡ് ക്യാമറാസ് allow doctors to track the path of these radioactive tracers. നമ്മൾ പറഞ്ഞു റേഡിയോ ആക്റ്റീവ് ട്രേസർ എന്ന് പറഞ്ഞാൽ എന്താ? റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ, റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് തന്നെയാണ്. അപ്പൊ അത്തരം സബ്സ്റ്റൻസ് നമ്മൾ
ട്രീറ്റ്മെന്റിനും ഉപയോഗിക്കുന്നുണ്ട്, ഡയഗ്നോസിനും ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് നമ്മളുടെ ഹ്യൂമൻ ബോഡിയിലേക്ക് എന്താണ് ഇൻട്രാവെനസിലി, അതായത് വെയിനിലേക്ക് ഇഞ്ചെക്ട് ചെയ്തു, ത്രൂ ഇഞ്ചക്ഷൻ. ഓക്കെ, ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ട് ആ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് വിടും. എന്നിട്ട് എന്ത് വേണം, അതിനെ കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യണം അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് അത് കടത്തി വിടുന്നത്? ഓരോ ഡിസീസ് ബാധിച്ച ഭാഗങ്ങളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് ഈ പറയുന്ന റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ട്രാക്ക് ചെയ്യാനായിട്ട് സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ക്യാമറകളും ഉണ്ട്. സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ക്യാമറകള് എന്താണ് ഡോക്ടേഴ്സിന് എന്തിനു ഹെൽപ്പ് ചെയ്യും? ടു ട്രാക്ക് ദ പാത്ത് ഓഫ് ദീസ് റേഡിയോ ആക്റ്റീവ് ട്രേസസ് ഇൻ ഹ്യൂമൻ ബോഡി. ഓക്കെ, ഇനി എന്താണ്? ഫോർ ദ മോസ്റ്റ് ഡയഗ്നോസ്റ്റിക് സ്റ്റഡീസ് ഇൻ ന്യൂക്ലിയർ മെഡിസിൻ ദ റേഡിയോ ആക്റ്റീവ് ട്രേസർ ഈസ് administered to a patient by intravenous injection. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് സ്റ്റഡീസിൽ ന്യൂക്ലിയർ മെഡിസിനിൽ വരുന്നത് എന്താണ്? നമ്മുടെ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലിനെ നമ്മൾ ഇൻട്രാവെനസിലി, അതായത് വെയിനിലൂടെ എന്താണ് ത്രൂ ഇഞ്ചക്ഷനിലൂടെ ശരീരത്തിനകത്തേക്ക് കടത്തിവിടും. എന്നിട്ട് അതിനെ കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യും. ഡോക്ടർ ട്രാക്ക് ചെയ്യും. അതെങ്ങനെയാണ് ട്രാക്ക് ചെയ്യുന്നത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്പെഷ്യലി ഡിസൈൻഡ് ക്യാമറാസ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രഫി അഥവാ സ്പെക്ട് എന്ന് പറയും കേട്ടോ. ഫുൾ ഫോം പഠിച്ചു വെക്കണേ. സ്പെക്ട് എന്താണ്? സി ടി നിങ്ങൾക്കറിയാം അല്ലെ, നിങ്ങൾ പഠിച്ചതല്ലേ സി ടി സ്കാൻ. കമ്പ്യൂട്ടർ ടോമോഗ്രഫിയാണ്. അപ്പൊ എസും പിയും ഇയും എന്താന്ന് അറിഞ്ഞാൽ മതി കേട്ടോ. സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രഫി ഓർ സ്പെക്ട് എന്ന് പറയും. ആൻഡ് പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി ഓർ പെക്ട് എന്നാണ് കേട്ടോ പറയാം. പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി. Scans are the two most common imaging modalities in nuclear medicine. അതായത് ന്യൂക്ലിയർ മെഡിസിനിൽ യൂസ് ചെയ്യുന്ന ഇമേജിംഗ് ടെസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ഇമേജിംഗ് സ്കാനുകൾക്ക് എക്സാമ്പിൾസ് ആണ് ഈ പറയുന്നത്. എന്തൊക്കെയാണ്? സ്പെക്റ്റും അതുപോലെ തന്നെ പെക്റ്റും കേട്ടോ. സ്പെക്ട് എന്താണ്? ഈ പറയുന്ന സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രഫി. പെക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി. നമ്മൾ ഇമേജിങ്ങിലും യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇമേജിങ് എന്തിനാ എടുക്കുന്നത്? ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ സി ടി സ്കാനും എക്സ്റേസും ഒക്കെ MRI ഒക്കെ എടുക്കുന്ന പോലെ ന്യൂക്ലിയർ മെഡിസിൻ യൂസ് ചെയ്തുകൊണ്ടുള്ള ഇമേജിംഗ് ടെസ്റ്റിന് എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്? സ്പെക്റ്റും പെക്റ്റും. അപ്പൊ ഇത്രയേ ഉള്ളൂ ന്യൂക്ലിയർ മെഡിസിൻ. സിമ്പിൾ അല്ലേ? ന്യൂക്ലിയർ മെഡിസിൻ എന്താണെന്ന് മനസ്സിലാക്കാം. ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ട് ട്രീറ്റ്മെന്റും ഡയഗ്നോസും ഒക്കെ ചെയ്യുന്ന ഈ പറയുന്ന മെഡിക്കൽ ഇമേജിങ്ങിന്റെ തന്നെ ഒരു ബ്രാഞ്ചാണ് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത്. ഇനി എന്തെല്ലാം അസുഖങ്ങൾക്കാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്? അതാണ് അടുത്ത പോയിന്റ് നമ്മൾ പറഞ്ഞത്. ഹൈപ്പർ തൈറോയിഡിസം ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ തൈറോയിഡ് ക്യാൻസർ ഉണ്ട്, ലിംഫോമാസ് ഉണ്ട്, ബോട്ട് പെയിൻസ് ഫ്രം സം ടൈപ്പ് ഓഫ് ക്യാൻസർ. സെക്കൻഡ് പോയിന്റ് അതാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം, ഇത്തരം റേഡിയോ ആക്റ്റീവ് ട്രേസറുകളെ അഥവാ സബ്സ്റ്റൻസുകളെ ഇൻട്രാവെനസിലി ഹ്യൂമൻ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്തുകൊണ്ട് അവയെ കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് എന്തുണ്ടായിരിക്കും? സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ക്യാമറാസ് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ന്യൂക്ലിയർ മെഡിസിൻ യൂസ് ചെയ്തുകൊണ്ടുള്ള ഇമേജിംഗ് ടെസ്റ്റുകൾക്ക് എക്സാമ്പിൾസും അതാണ് നമ്മൾ പിന്നീട് ഒരു പോയിന്റ് ആയിട്ട് പഠിച്ചത്. ഇതൊക്കെയാണ് സ്പെക്റ്റും അതുപോലെ തന്നെ പെക്റ്റും. ഫുൾ ഫോം പഠിച്ചു വെക്കും. ക്ലിയർ? അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ അടുത്ത ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നമുക്ക് നോക്കാലോ. എന്താണത്? ഓങ്കോളജി. എന്താണ് ഡിപ്പാർട്ട്മെന്റ്? ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ്. അറിയാലോ നിങ്ങൾക്ക് ഓങ്കോളജി എന്താണ്? അത് ക്യാൻസർ ആണ് അല്ലെ. ക്യാൻസർ സംബന്ധം, അതെ, ജോബി ലിബിൻ 2G ഒക്കെ കറക്റ്റ് ആണ് കേട്ടോ പറയുന്നത്. ക്യാൻസർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഓങ്കോളജി. നമ്മളെ ഈ വേർഡ് ഒരുപാടായി നമ്മൾ കേൾക്കുന്നത് അല്ലെ, നിങ്ങൾക്കും അറിയാവുന്നതാണ്. അപ്പൊ നമുക്കൊന്ന് വായിക്കാം. ദിസ് ഡിപ്പാർട്ട്മെന്റ് എൻക്വയർസ് and treats all kinds of cancers and provides a wide range of chemotherapy treatment and radiotherapy for cancerous tumors, blood disorders. മനസ്സിലായല്ലോ എന്താണ് ഓങ്കോളജി എന്ന് പറഞ്ഞാല്? വിവിധ തരത്തിലുള്ള ക്യാൻസറുകളെ ചികിത്സിക്കുകയും അതോടൊപ്പം തന്നെ കീമോതെറാപ്പി, റേഡിയോതെറാപ്പി പോലുള്ള സേവനങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? ക്യാൻസറസ് ട്യൂമേഴ്സ്, അതുപോലെ പല രക്തവൈകല്യങ്ങൾ അല്ലെ, ഇവയ്ക്കൊക്കെ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് എന്ത്? കീമോതെറാപ്പി അഥവാ റേഡിയേഷൻ തെറാപ്പി. അങ്ങനെയുള്ള സേവനങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഓങ്കോളജി എന്ന് പറയുന്നത്.
ട്യൂമർ എന്ന് പറഞ്ഞാൽ എന്താണ്? മുഴകളാണ് കേട്ടോ, മുഴകളാണ്. എല്ലാ മുഴകളും എന്തെല്ലാം? ക്യാൻസറസ് ആണ്. അപ്പൊ നമുക്ക് ആ ഒരു ട്യൂമർ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ പെയിനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പിന്നീട് അത് പെയിൻ വരുമ്പോഴൊക്കെ ആയിരിക്കും നമ്മൾ അത് ശ്രദ്ധിക്കുന്നത്. അപ്പൊ അത്തരം ട്യൂമേഴ്സുകള് ക്യാൻസർ, വെദർ ഇറ്റ് ഈസ് ക്യാൻസർ ഓർ നോട്ട്, അതറിയണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കണം, ബയോപ്സി ചെയ്ത് നോക്കണം. അപ്പോഴാണ് ആ ഒരു ട്യൂമർ ക്യാൻസർ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. എന്ന് കരുതി എല്ലാ മുഴകളും എന്തെല്ലാം? ക്യാൻസർ ആണ് കേട്ടോ. ക്യാൻസറസ് ട്യൂമേഴ്സ് ആൻഡ് ബ്ലഡ് ഡിസോർഡേഴ്സ്, പല രക്തവൈകല്യങ്ങളും അതിനൊക്കെ ചികിത്സിക്കുന്നുണ്ട് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനകത്ത്. This department is usually connected with all the other departments as referrals cannot be made when one department cannot diagnose the patient's problem. ചെറിയൊരു ഗ്രാമാറ്റിക് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. കനോട്ട് ബി ഉണ്ടല്ലോ, അത് കട്ട് ചെയ്തിട്ട് അത് ഇവിടെ വേണ്ട, കനോട്ട് ബി വേണ്ട കേട്ടോ, അല്ലാണ്ട് വായിച്ചാൽ മതി. This department is usually connected with all the other departments as referrals made when one department cannot diagnose the patient's problem. ഈ പറയുന്ന ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളായിട്ട് കണക്റ്റഡ് ആണ്. കാര്യം എന്താണ്? അതായത് മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും റെഫറൻസ് ആയിട്ട്, അപ്പൊ ഏതെങ്കിലും കാരണവശാൽ ഒരു രോഗിയുടെ അസുഖം എന്താണ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാല് അവര് റെഫർ ചെയ്ത് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് പറഞ്ഞയക്കുന്ന രോഗികളെയാണ് അവരുടെ ഡോക്ടേഴ്സ് അവരെ പരിശോധിക്കുന്നത്. മനസ്സിലായല്ലോ? ഇപ്പൊ നമ്മള് ഇപ്പൊ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ പോയി അവര് പല ചെക്കപ്പും ചെയ്ത് അവർക്ക് തോന്നുകയാണ് ഇത് സംതിങ് റോങ് ആണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യും? റെഫർ ചെയ്യും അല്ലെ? ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ക്യാൻസർ എന്നുള്ളൊരു ഇതാണ് അവർക്ക് തോന്നുന്നതെങ്കിൽ അവരെ ഇങ്ങോട്ട് റെഫർ ചെയ്യും, ഈ പറയുന്ന ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് റെഫർ ചെയ്യും. അങ്ങനെ വരുന്ന രോഗികളെയാണ് അവരവിടെ പരിശോധിക്കുന്നത്. Doctors also carry out tumor removal procedures which are then sent for biopsy to verify whether the tumor is harmful or not. അവിടെ എന്താണ്? പിന്നെ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് അവർ ചെയ്യുന്നുണ്ട്? ട്യൂമർ റിമൂവൽ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നുണ്ട് അല്ലെ? ഇത്തരം ട്യൂമറുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, മുഴകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യാനുള്ള സർജിക്കൽ പ്രൊസീജിയേഴ്സും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനകത്ത് കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും? അത് ബയോപ്സിക്ക് അയച്ചു കൊടുക്കും അല്ലെ? ബയോപ്സി ഇതിനെ ചെയ്യുന്നത് ക്യാൻസർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ പറയുന്ന ട്യൂമർ റിമൂവ് ചെയ്തിട്ട് അതിൽ നിന്ന് ടിഷ്യൂസ് കളക്ട് ചെയ്യും. ടിഷ്യൂസ് കളക്ട് ചെയ്തിട്ട് അത് എക്സാമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബയോപ്സി ടെസ്റ്റിനായിട്ട്. അപ്പൊ ഈ ബയോപ്സി ടെസ്റ്റിലൂടെ നമുക്ക് അറിയാൻ പറ്റും വെദർ ഇറ്റ് ഈസ് ക്യാൻസർ ഓർ നോട്ട്, അത് ക്യാൻസർ ആണോ അല്ലയോ എന്നുള്ളത്. അപ്പൊ ഇനി ക്യാൻസർ ആണെന്നിരിക്കട്ടെ, അപ്പൊ നമുക്ക് ഈ ബയോപ്സി ടെസ്റ്റിലൂടെ ആ ക്യാൻസറിന്റെ ഗ്രേഡ് അറിയാൻ പറ്റും. എത്രത്തോളം അഗ്രസീവ് ആണ് ആ ഒരു ക്യാൻസർ, അല്ലെങ്കിൽ ഏത് ഓർഗനെയാണ് ആ ക്യാൻസർ ബാധിച്ചേക്കുന്നത്, എന്ത് ക്യാൻസർ ആണ്, ക്യാൻസർ ടൈപ്പ്, അതുപോലെ ക്യാൻസർ ഗ്രേഡ്, പിന്നെ എന്ത് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. ഒരു സ്റ്റേജ് ഉണ്ടാവും അല്ലെ? 1, 2, 3, 4 അങ്ങനെ സ്റ്റേജസ് ഉണ്ട്. അപ്പൊ വളരെ നേരത്തെ ഒക്കെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റിലൂടെ കുറെയൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അല്ലെ? അവസാന സ്റ്റേജ് ഒക്കെ ആകുമ്പോഴാണ് പ്രശ്നം. ചിലത് പെട്ടെന്നൊക്കെ കണ്ടുപിടിക്കുന്ന കേസ് വരാറുണ്ട്. അപ്പം അത്തരത്തില് ബയോപ്സി ടെസ്റ്റിലൂടെ നമുക്ക് ക്യാൻസർ ഗ്രേഡും ക്യാൻസർ ടൈപ്പ് ഏതാണെന്നും എന്ത് ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും കേട്ടോ. അത്രയേ ഉള്ളൂ. പിന്നെ ദ ഫീൽഡ് ഓഫ് ഓങ്കോളജി ഹാസ് 3 മേജർ ഏരിയാസ്. നമ്മൾ ഈ ഓങ്കോളജി എന്താണ് ഷിഫ? ക്യാൻസർ മാറുമ്പോഴോ ക്യാൻസറിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അതായത് വളരെ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ട്രീറ്റ് ചെയ്ത് അതിന്റെ ഒരു തീവ്രത നമുക്ക് പെട്ടെന്ന്, അതിപ്പോ ക്യാൻസറിന് മാത്രമല്ല എന്ത് രോഗമാണെങ്കിലും നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് എടുത്ത് നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി കൂട്ടാനായിട്ട് സാധിക്കും അല്ലെ? അത്രയേ ഉള്ളൂ. പിന്നെ അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ റെഗുലർ ചെക്കപ്പ് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഇടയ്ക്കൊക്കെ നമ്മൾ റെഗുലർ ചെക്കപ്പ് നടത്തുന്നത് നല്ലതായിരിക്കും. അതെ, ഏർലി സ്റ്റേജ് ആണെങ്കിൽ ക്യൂർ ആവും കേട്ടോ. പിന്നെ 4th സ്റ്റേജ് ഒക്കെ വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. പക്ഷെ നമ്മുടെ ശരീരം പലതരത്തിലുള്ള സിംറ്റംസുകൾ കാണിക്കും. പല സമയം നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. പലതരത്തിലുള്ള സിംറ്റംസ് ഒക്കെ കാണിക്കുമ്പോൾ നമ്മളത് ചിലപ്പോൾ വെച്ചുകൊണ്ടിരിക്കും. പിന്നീട് പൊതുവെ മനുഷ്യ സഹജമായിട്ട് അങ്ങനെയാണല്ലോ. നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ പരമാവധി എന്തെങ്കിലുമൊക്കെ നമ്മൾ കൈകളുള്ള മരുന്നൊക്കെ കഴിച്ച് മാക്സിമം കൊണ്ടുപോകാനൊക്കെ ആയിട്ട് നമ്മൾ നോക്കും. തീരെ പറ്റാത്തൊരു സാഹചര്യമൊക്കെ വരുമ്പോഴാണ് സാധാരണ വേറെ ഡോക്ടറെ അടുത്തൊക്കെ പോയി കാണിക്കും അല്ലെ? അപ്പൊ അങ്ങനെ ഇപ്പൊ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യും. ഫസ്റ്റ് സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് ക്യൂർ ആക്കാൻ പറ്റും കേട്ടോ. ഓക്കെ. പിന്നെ ഇപ്പോഴത്തെ ഫുഡിന്റെയും ഒക്കെയാണ് ഈ പ്രശ്നങ്ങൾ. The field of oncology has 3 മേജർ ഏരിയാസ്. ഈ ഓങ്കോളജി എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ്
3 ഏരിയകളാണ്. അതിനകത്ത് നമ്മൾ അതിന് തിരിച്ചേക്കുന്ന 3 ഏരിയകളായിട്ടാണ്. അതിന്റെ ഒരു 3 ഏരിയാസിന്റെ സമൂഹമായിട്ടാണ് നമ്മൾ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ഏതൊക്കെയാണ് ആ 3 ഏരിയകൾ എന്നറിയാമോ? ഒന്ന് മെഡിക്കൽ ഓങ്കോളജി. ഇതൊക്കെയാണ് മെഡിക്കൽ ഓങ്കോളജി, സർജിക്കൽ ഓങ്കോളജി, അതുപോലെ റേഡിയേഷൻ ഓങ്കോളജി. ഇതൊക്കെയാണ് പറഞ്ഞത്. മെഡിക്കൽ ഓങ്കോളജി, സർജിക്കൽ ഓങ്കോളജി, അതുപോലെ റേഡിയേഷൻ ഓങ്കോളജി. അപ്പൊ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മെഡിക്കൽ ഓങ്കോളജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മെഡിസിൻസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെ? അതിൽ കീമോതെറാപ്പിയും വരും. കാരണം കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താ? കെമിക്കൽ ഡ്രഗ്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് കെമിക്കൽ ഡ്രഗ്സ് ആണ് കേട്ടോ. അപ്പൊ നോക്കിക്കേ, ദ ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ വിത്ത് മെഡിസിൻ ഇൻക്ലൂഡിങ് കീമോതെറാപ്പി. അതായത് കീമോതെറാപ്പി ഉൾപ്പെടെയുള്ള മെഡിസിൻസ് യൂസ് ചെയ്തുകൊണ്ടുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റ് ആണ്. ആ ഒരു ഭാഗമാണ്, ഫീൽഡാണ് എന്തെന്ന് പറയുന്നത്? മെഡിക്കൽ ഓങ്കോളജി എന്ന് പറയുന്നത്. പിന്നെ ആലോചിച്ച് കിട്ടും, മെഡിക്കൽ മെഡിസിൻസ് ആയിട്ട് മെഡിസിൻസ് യൂസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുന്നു കേട്ടോ. അതിനകത്ത് ഉൾപ്പെടുന്നതാണ് കീമോതെറാപ്പി. അടുത്തത് എന്താണ്? സർജിക്കൽ ഓങ്കോളജി. ഇതാണ് സർജിക്കൽ ഓങ്കോളജി. അപ്പൊ എന്തായിരിക്കും? സർജിക്കൽ പ്രൊസീജിയറിലൂടെ ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് വായിക്കാം. The surgical aspects of cancer, including biopsy and surgical resection of tumors. റീസെക്ഷൻ എന്ന് പറഞ്ഞാൽ റിമൂവൽ തന്നെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. റിമൂവൽ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ബയോപ്സി ഉൾപ്പെടെയുള്ള ശസ്ത്രക്രിയ ആവശ്യങ്ങളും അതുപോലെ തന്നെ എന്താണ്? സർജിക്കൽ റിമൂവൽ ഓഫ് ട്യൂമേഴ്സ്. ഇതെല്ലാം അടങ്ങുന്ന ഒരു ഏരിയയാണ് എന്ത്? സർജിക്കൽ ഓങ്കോളജി എന്ന് പറയുന്നത്. അപ്പൊ സർജറിയിലൂടെ നമ്മൾ ആ മുഴ നീക്കം ചെയ്യുകയും എന്നിട്ട് ആ മുഴനെ എന്ത് ചെയ്യും? അതിലെ ടിഷ്യൂസ് കളക്ട് ചെയ്തിട്ട് ബയോപ്സി ടെസ്റ്റിന് വിടും. കാര്യം അത് അറിഞ്ഞില്ലാന്നുണ്ടെങ്കിൽ പിന്നീട് അത്തരം മുഴകൾ ശരീരത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അല്ലെ? അപ്പൊ അതിനെ പ്രതിരോധിക്കാനായിട്ടാണ് അത്തരം ടെസ്റ്റുകൾ ചെയ്യുന്നത്. പിന്നെന്താണ്? റേഡിയേഷൻ ഓങ്കോളജി. എന്തായിരിക്കും? റേഡിയേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യുന്നു. നമുക്കറിയാം, ഹൈ എനർജി റേഡിയേഷൻസ് യൂസ് ചെയ്യാണ്, ശരീരത്തിനുള്ളിലേക്ക് കടത്തിവിടാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന ക്യാൻസർ സെല്ലിനെ കരിയിച്ചു കളയാനായിട്ട്, അല്ലെ? അത്തരത്തിലുള്ള ആ ഒരു ഏരിയയാണ് റേഡിയേഷൻ ഓങ്കോളജി. റേഡിയേഷൻ തെറാപ്പി യൂസസ് കെയർഫുള്ളി ടാർഗറ്റഡ്, അല്ലെ? കെയർഫുള്ളി ടാർഗറ്റഡ് ആൻഡ് റെഗുലേറ്റഡ് ഡോസസ് ഓഫ് ഹൈ എനർജി റേഡിയേഷൻ ടു കിൽ ദ ക്യാൻസർ സെൽസ്, അല്ലെ? ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാനായിട്ട് കെയർഫുള്ളി ടാർഗറ്റഡ് ആയിട്ട്. കാരണം എന്താണ്? ക്യാൻസർ ആയിട്ടുള്ള സെല്ലിനെ മാത്രം നശിപ്പിച്ചാൽ മതി, മറ്റുള്ള സെല്ലുകളെ ഒന്നും നശിപ്പിക്കാനായിട്ട് പാടില്ല. അത്രയും ടാർഗറ്റഡ് ആയിട്ടായിരിക്കും. അതുപോലെ റെഗുലേറ്റഡ് ഡോസസ് ആയിരിക്കും. അതായത് അത്രയും നിയന്ത്രിതമായിട്ടുള്ള അളവില് എങ്ങനെയുള്ള റേഡിയേഷൻസ് ആണ് കൊടുക്കുന്നത്? ഹൈ എനർജി റേഡിയേഷൻ ആണ് കേട്ടോ. ഉയർന്ന റേഡിയേഷൻ, എന്താ പറയാ, എനർജി ഉള്ള റേഡിയേഷൻസിനെ യൂസ് ചെയ്തുകൊണ്ട് ക്യാൻസർ സെല്ലിനെ നശിപ്പിക്കുന്നു. ആ ഒരു വിഭാഗമാണ് റേഡിയേഷൻ ഓങ്കോളജി. ക്ലിയർ ആണല്ലോ? അപ്പം അതിനകത്ത് ഇത്രേ പറയുന്നുള്ളൂ. ഓങ്കോളജി എന്താന്നുള്ളത് നമ്മൾക്കറിയാം. അതിനകത്ത് ക്യാൻസർ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന ട്യൂമർ റിമൂവൽ പോലുള്ള സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ 3 ഏരിയാസിലായിട്ടാണ് ഡിവൈഡ് ചെയ്ത് പറയുന്നത്. ഒന്ന് മെഡിക്കൽ ഓങ്കോളജി, മെഡിസിൻസ് യൂസ് ചെയ്തുകൊണ്ട് ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യുന്നു. സർജിക്കൽ ഓങ്കോളജി എന്ന് പറയുന്നത് സർജിക്കൽ പ്രൊസീജിയറിലൂടെ നമ്മൾ ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യുന്നു. ദെൻ റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറഞ്ഞാൽ ഹൈ എനർജി റേഡിയേഷൻസിലൂടെ ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യും. ക്ലിയർ? ഇനി അടുത്തൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത്? ഒഫ്താൽമോളജി. അറിയാലോ നിങ്ങൾക്ക്? എന്തായിരിക്കും ഒഫ്താൽമോളജി? ഒഫ്താൽമോളജി അതെ, ഐ ആണ്, അല്ലെ? പൂജ, ജ്യോതി, ഷിഫ, സുനി ഒക്കെ പറയുന്നത്. ശ്രീതിക, ആമിന, ആമി, ഓക്കെ, ഐ, അല്ലെ? അതായത് കണ്ണുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഒഫ്താൽമോളജി എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ദിസ് ഡിപ്പാർട്ട്മെന്റ് ഡീൽസ് വിത്ത് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഐ പ്രോബ്ലംസ് ഓഫ് അഡൽട്സ് ആൻഡ് ചിൽഡ്രൻ, അല്ലെ? മുതിർന്നവരിലും അതുപോലെ തന്നെ കുട്ടികളിലും ഉണ്ടാകുന്ന നേത്ര പ്രശ്നങ്ങൾ, അല്ലെ? കണ്ണ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നു ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്. ഇനി നമ്മൾ അവിടെ പഠിക്കേണ്ടത് ദയർ സർവീസസ്, അല്ലെ? എന്തൊക്കെ സേവനങ്ങളാണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? ദയർ സർവീസസ് ഇൻക്ലൂഡ് എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് എന്താണ്? ജനറൽ ഐ ക്ലിനിക് അപ്പോയിന്റ്മെന്റ്സ്. എന്താണ് ജനറൽ ഐ ക്ലിനിക് അപ്പോയിന്റ്മെന്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? സാധാരണ നമ്മളുടെ ഐ ചെക്കപ്സ് ആണ് കേട്ടോ. റെഗുലർ ആയിട്ട് ചെയ്യുന്ന ഐ ചെക്കപ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജനറൽ ഐ ക്ലിനിക് അപ്പോയിന്റ്മെന്റ്സ് എന്ന് പറയുന്നത്. സാധാരണ റുട്ടീൻ ആയിട്ടുള്ള ഐ ചെക്കപ്സ്.
ഇപ്പൊ നമ്മൾക്ക് കണ്ണുകൾ ഈ പറയുന്ന പോലെ വയസ്സാവുമ്പോ വയസ്സായ ആള് വരുമ്പോ ഈ പറഞ്ഞ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്, അല്ലെ വെള്ളെഴുത്ത് അല്ലെങ്കിൽ ഗ്ലോക്കോമ, തിമിരം അങ്ങനെയൊക്കെയുള്ളത്. അപ്പൊ നമ്മൾ റുട്ടീനായിട്ട് അതൊരു ഒത്തിരി സിസ്റ്റം ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ അവർക്ക് കണ്ണിന് പ്രശ്നങ്ങളൊക്കെ വരും. ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ്, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അല്ലെ കണ്ണിന്. അപ്പൊ അതൊക്കെ നമ്മൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കാഴ്ചയ്ക്ക് പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റുട്ടീൻ ചെക്കപ്പ് നടത്തിയിരിക്കണം. അതുപോലെ സാധാരണ നമ്മൾ പറയാം ഷുഗർ പേഷ്യൻസ് ഒക്കെ കണ്ണിന് ഇടയ്ക്കൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ജനറൽ ഐ ക്ലിനിക് അപ്പോയിന്റ്മെന്റ്സ്, റെഗുലർ ഐ ചെക്കപ്സ് ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ് ലേസർ ട്രീറ്റ്മെന്റ്സ്, ഇതൊക്കെ കുറെ കൂടെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ഇപ്പോ ഉണ്ട് അല്ലെ. ലേസർ ട്രീറ്റ്മെന്റ് ഒക്കെ അത്തരത്തില് ഒന്നാണ്. കാര്യം നമ്മുടെ വിഷൻ കറക്റ്റ് ആക്കാനാണ് അല്ലെ, കണ്ണിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കറക്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയേഴ്സ് ആണ് ഈ പറയുന്ന ലേസർ ട്രീറ്റ്മെന്റ്സ്. നിങ്ങൾ പരസ്യത്തിലൊക്കെ ചില പരസ്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, കണ്ണടയൊന്നും ഇല്ലാതെ കണ്ണിന്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാം ലേസർ ട്രീറ്റ്മെന്റ്സ് യൂസ് ചെയ്തിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. അതൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് കേട്ടോ, അത്തരത്തിലുള്ള ലേസർ ട്രീറ്റ്മെന്റ്സ്. പിന്നെന്താണ് വരുന്നത്, ഒപ്റ്റോമെട്രി. അത് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. എന്താണ് ഒപ്റ്റോമെട്രി എന്ന് പറഞ്ഞാൽ അറിയാമോ? ഒപ്റ്റോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇത് പ്രൈമറി ഐ കെയർ പ്രൊഫഷൻ ആണ് കേട്ടോ. പ്രൈമറി ഐ കെയർ പ്രൊഫഷൻ ആണ്. അതായത് പ്രാഥമികമായിട്ട് ഈ പറയുന്ന നേത്ര പരിചരണം നൽകുന്ന ആ ഒരു പ്രൊഫഷൻ, അതിനെയാണ് നമ്മൾ ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത്. ഇത്തരത്തില് ഒരു പ്രൈമറി ഐ കെയർ എന്താണ് പ്രൊഫഷണൽസിനെയാണ് നമ്മൾ ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന് പറയുന്നത്. ഒപ്റ്റോമെട്രിസ്റ്റ് എന്നാണ് പറയുന്നത്. ഇത് പ്രൈമറി ഐ കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ചെല്ലുമ്പോൾ തന്നെ പ്രാഥമികമായിട്ടുള്ള ഐ പരിശോധനകൾ നടത്താം. അതുപോലെ ഇപ്പൊ നമുക്ക് കണ്ണട വെക്കേണ്ട പ്രശ്നങ്ങളാണെങ്കിൽ ആ ലെൻസിന്റെ പവർ കറക്റ്റ് ആയിട്ട് പ്രിസ്ക്രൈബ് ചെയ്ത് നമുക്ക് തരിക, അങ്ങനെയൊക്കെ ചെയ്യുന്ന പ്രൊഫഷണൽസ് ആണ്. അല്ലെങ്കിൽ ആ ഒരു കോഴ്സ് ആണ് ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത്. ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത് ഒരു ഡോക്ടറൽ ഡിഗ്രി ഉള്ള ആളുകളല്ല കേട്ടോ. അവരെന്ന് പറയുന്നത് പ്രൊഫഷണൽസ് ആണ്. ഈ പറയുന്ന BSc ഒപ്റ്റോമെട്രി എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, BSc ഒപ്റ്റോമെട്രി ഡിഗ്രി കോഴ്സ് തന്നെയാണ്, പ്രൊഫഷണൽ കോഴ്സ് ആണത്. പാരാമെഡിക്കൽ ആണ് കേട്ടോ, പാരാമെഡിക്കൽ കോഴ്സ് ആണ് അത്. ഈ പറയുന്ന ഡിഗ്രി ഉണ്ട്, ഡിപ്ലോമ ഉണ്ട്. അല്ലാണ്ട് ഡോക്ടറൽ ഡിഗ്രി ഉള്ള ആളുകളല്ല കേട്ടോ, ഡോക്ടേഴ്സ് അല്ല അവര് പ്രൈമറി ഹെൽത്ത് ഐ കെയർ പ്രൊഫഷണൽസ് ആണ് കേട്ടോ. ഇത്തരത്തിൽ കോഴ്സ് കഴിഞ്ഞിട്ട് പാരാമെഡിക്കൽ കോഴ്സ് ആണത്, അത് കഴിഞ്ഞ് വരുന്ന ആൾക്കാരാണ്. അവര് പ്രാഥമികമായിട്ടുള്ള പരിചരണങ്ങളൊക്കെ ഐക്ക് കൊടുക്കുക. അതുപോലെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഐ കെയർ മെഡിസിൻസ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യുക. ലെൻസിന്റെ പറഞ്ഞ ആൾക്ക് ലെൻസ് ഇത്ര പവറുള്ള ലെൻസ് വേണം എന്നൊക്കെ പ്രിസ്ക്രൈബ് ചെയ്തൊക്കെ കൊടുക്കുന്ന ആ ഒരു പ്രൊഫഷണൽസ് ആണ് കേട്ടോ ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഒപ്റ്റോമെട്രി എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ, ഒന്ന് എഴുതി വെച്ചോളൂ. പിന്നീട് വായിക്കുമ്പോൾ ഡൗട്ട്സ് വരണ്ട. ഡോക്ടർ അല്ല കേട്ടോ, അത് ഡോക്ടേഴ്സ് അല്ല, അവര് പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സ് ചെയ്ത ആളുകളാണ് കേട്ടോ. ഒപ്റ്റോമെട്രി എഴുതിക്കോളൂ. ഇറ്റ് ഈസ് എ ഹെൽത്ത് കെയർ പ്രൊഫഷൻ. എഴുതിക്കോളൂ, ഇറ്റ് ഈസ് എ ഹെൽത്ത് കെയർ പ്രൊഫഷൻ, PROFESSION, ഹെൽത്ത് കെയർ പ്രൊഫഷൻ ദാറ്റ് ഫോക്കസസ്, അത് പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചിരിക്കുന്നത്, ദാറ്റ് ഫോക്കസസ് on the eyes and vision. VISION. ഒന്നുകൂടെ വായിക്കാം. What is optometry കേട്ടോ? It is a health care profession that focuses on the eyes and vision. മനസ്സിലായോ? അതിനെയാണ് ആ ഒരു കോഴ്സാണ്, ആ ഒരു ഫീൽഡാണ് ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒപ്റ്റോമെട്രിക് സേവനങ്ങൾ ആര് തരുന്നുണ്ട്? ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നമുക്ക് നൽകുന്നുണ്ട്. മനസ്സിലായല്ലോ? അടുത്തത് എന്താണ്? ഓർത്തോപ്റ്റിസ്റ്റ്. എന്താണ് ഓർത്തോപ്റ്റിസ്റ്റ്? ഈ പേര് കേൾക്കുമ്പോൾ പ്രത്യേകമായിട്ട് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഓർത്തോ എന്നൊക്കെ കേൾക്കുമ്പോൾ പലരും ചിലപ്പോൾ തെറ്റിദ്ധരിക്കും, ഇത് ബോൺ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ എല്ല് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഒഫ്താൽമോളജി. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ച് അത് നോക്കണം എന്ന് പറഞ്ഞത്. എന്താണ് ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറഞ്ഞാല്? ഓർത്തോപ്റ്റിസ്റ്റ് ആർ ദ എക്സ്പേർട്സ് ഇൻ ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റിംഗ് ഡിഫക്ട്സ് ഇൻ ഐ മൂവ്മെന്റ് ആൻഡ് പ്രോബ്ലംസ് വിത്ത് ഹൗ ദ ഐ വർക്ക് ടുഗെദർ കോൾഡ് ബൈനോക്കുലർ വിഷൻ. അതായത് നേത്ര ചലന പ്രശ്നങ്ങളാണ് കേട്ടോ, നേത്ര ചലന വൈകല്യങ്ങൾ, ഡിഫക്ട്സ് ഇൻ ഐ മൂവ്മെന്റ് ആണ് പറയുന്നത്. നേത്ര ചലന വൈകല്യങ്ങളും അതുപോലെ തന്നെ ബൈനോക്കുലർ വിഷൻസിൽ വരുന്ന ആ ഒരു പ്രശ്നങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ ചികിത്സിക്കുന്ന, ഡയഗ്നോസ് ചെയ്യുന്ന എക്സ്പേർട്സിനെയാണ് അല്ലെ, അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറയുന്നത്.
എന്താണ് ഓർത്തോപ്റ്റിസ്റ്റ്. ഓർത്തോപ്റ്റിസ്റ്റ് ആരാണെന്ന് മനസ്സിലായല്ലോ. അവരും എന്തല്ല ഇതുപോലെ പ്രൊഫഷണൽ ഡിഗ്രി കഴിഞ്ഞവരാണ്. പ്രൊഫഷണൽ ഡിഗ്രിയാണ് ഞാൻ പറയുന്നത്. ഈ പറയുന്ന ഡോക്ടറൽ ഡിഗ്രി ഉള്ള ആളുകളല്ല കേട്ടോ. പൊതുവെ ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറയുന്ന ആളുകൾ ഒഫ്താൽമോളജിസ്റ്റിന്റെ കൂടെ അസിസ്റ്റ് ചെയ്ത് ഇത്തരം സേവനങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ് ഓർത്തോപ്റ്റിസ്റ്റ് എന്ന്. അപ്പൊ നമ്മള് ഒപ്റ്റോമെട്രിസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി, ഓർത്തോപ്റ്റിസ്റ്റും എന്താണെന്ന് മനസ്സിലാക്കി കേട്ടോ. ഓർത്തോപ്റ്റിസ്റ്റ് എന്താണ് ഈ പറയുന്ന നേത്ര ചലന വൈകല്യങ്ങളും അതുപോലെ ബൈനോക്കുലർ വിഷനിൽ വരുന്ന പ്രശ്നങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്, എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളാണ്. എന്താണ് ഈ ബൈനോക്കുലർ വിഷൻ എന്ന് പറഞ്ഞാൽ അറിയാമോ? ഹൗ ദ ഐ വർക്ക് ടുഗെദർ. നമുക്കറിയാം നമ്മുടെ രണ്ട് കണ്ണുകളും ഒരേ സംഭവം അല്ലെ, ഒരു വസ്തുവിനെ കേന്ദ്രീകരിച്ച് നമുക്ക് അതിന്റെ ഒരു എന്താ പറയുക ഒരു 3D ഇമേജ് അല്ലെ, ഒരു ത്രിമാന ദൃശ്യം നമുക്ക് സാധ്യമാകുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അനുഭവം അല്ലെ, ആ ഒരു കാഴ്ചയുടെ അനുഭവത്തിനെയാണ് നമ്മൾ ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ബൈനോക്കുലർ വിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകളെ രണ്ട് നമുക്കൊക്കെ നോർമലി ഉള്ളവർക്ക് ബൈനോക്കുലർ വിഷൻ, അതായത് സാധാരണ ഒരു വസ്തുവിനെ നമ്മളത് രണ്ട് കണ്ണുകൾ ഒരേ സമയം കേന്ദ്രീകരിച്ചിട്ടാണ് നമുക്ക് ആ ഒരു എന്താ പറയാ ആ ഒരു വസ്തുവിന്റെ 3D ഇമേജ് നമുക്ക് ലഭിക്കുന്നത് അല്ലെ. ആ ഒരു വിഷനെയാണ് നമ്മൾ ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ ഡിഫറൻസ് ഉള്ള ആളുകൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ചിലവരുടെ കണ്ണിലെ കൃഷ്ണമണികൾ അല്ലെ, അതിന്റെ ചലനം നമുക്കറിയാം ഒരേപോലെ ആയിരിക്കില്ല, ഒരേ രീതിയിലാവില്ല വർക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു കണ്ണ് ജസ്റ്റ് ഒന്ന് നീങ്ങിയിട്ടുണ്ടാവും അല്ലെ, ഡയറക്ഷൻസിൽ മാറ്റമുള്ളതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആളുകളുണ്ടായിരിക്കും. അതൊക്കെ എന്ന് പറഞ്ഞാൽ ബൈനോക്കുലർ വിഷനിൽ വരുന്ന ഡിഫക്റ്റുകളാണ് കേട്ടോ. അവരെ സംബന്ധിച്ച് അവർ കാണുന്നുണ്ടാവും, കാര്യങ്ങൾ കാണുന്നുണ്ടാവും, പക്ഷെ അവരുടെ വിഷൻ കറക്റ്റ് ആയിരിക്കില്ല. അവർ വളരെ ബ്ലേഡ് ആയിട്ടുള്ള വിഷൻ ആയിരിക്കും അവർക്ക് ഉണ്ടായിരിക്കാം. അതുപോലെ എന്താ പറയാ കണ്ണിന് പെട്ടെന്ന് പെയിൻ വരും അവർക്ക്, കാരണം ഈ ദിശ കറക്റ്റ് അല്ലാത്തത് കൊണ്ട് ഒരേപോലെയല്ല കണ്ണ് പോകുന്നുണ്ടാവുക. അതോടൊപ്പം തന്നെ വളരെ ഡബിൾ വിഷനൊക്കെ ആയിട്ട് അവർക്ക് കാണാം. കോങ്കണ്ണൊക്കെ അതിൽ വരും കേട്ടോ. ആശംസിക്കാം. ഈ പറയുന്ന ബൈനോക്കുലർ വിഷനിൽ വരുന്ന എന്താ പറയാ ഡിഫക്റ്റുകളാണ് കേട്ടോ. അത് ഡിഫക്റ്റുകളാണ്. നമ്മൾ തന്നെ ഒരു കണ്ണ് നമ്മൾ അടച്ചു പിടിക്കാം, ഒരു കണ്ണ് അടച്ചു പിടിച്ച് ഞാൻ പരസ്പരം മാറി മാറി അടച്ചു പിടിച്ച് നോക്കിയേ, രണ്ട് വിഷനും തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട്, ഒരു ഡിസ്റ്റൻസ് വ്യത്യാസം ഫീൽ ചെയ്യും നിങ്ങൾക്ക്. അപ്പം ഇത് രണ്ടും ഒരുപോലെ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു വസ്തുവിനെ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസിലും ആ ഒരു 3D ഇമേജ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ ഇതില് ഡിഫക്ട്സ് വന്നു കഴിഞ്ഞാൽ എന്താണ് വളരെ പ്രശ്നമായിരിക്കും. ഒരു ബ്ലേഡ് ആയിട്ടുള്ള വിഷൻ അല്ലെങ്കിൽ ഡബിൾ വിഷൻ ഒക്കെ ആയിട്ടായിരിക്കും അവർ കാണുന്നുണ്ടാവുക. അപ്പൊ അത്തരത്തിലുള്ള നേത്ര ചലന വൈകല്യങ്ങള് പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറയുന്നത്. ഓർത്തോ എന്ന് കേൾക്കുമ്പോൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നൊന്നും വിചാരിച്ചു പോകരുത്. ഓർത്തോപ്റ്റിസ്റ്റ് അതുകൊണ്ട് നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. ഇനി the word orthoptic comes from the Greek words orthos, which means straight, and optikos, which means relating to sight. അല്ലെ, ഇനി ഈ ഓർത്തോപ്റ്റിക് എന്ന് പറയുന്ന ആ ഒരു വേർഡിന്റെ ഒറിജിനേഷൻ എവിടെ നിന്നാണ് ഈ ഒരു വേർഡ് വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. എവിടെ നിന്നാണ്? ഗ്രീക്ക് വേർഡ് ആണ് കേട്ടോ. അത് കമ്മിങ് ഫ്രം ഗ്രീക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഏതൊക്കെ ഗ്രീക്ക് വേർഡ് ആണ്? ഓർത്തോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡ്, അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? സ്ട്രെയിറ്റ് കേട്ടോ, നേരായ എന്നർത്ഥമാണ്. നേരായ എന്നർത്ഥമാണ്. പിന്നെ ഒപ്റ്റിക്കോസ്, എന്താണ് ഒപ്റ്റിക്കോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിന്റെ അർത്ഥം എന്താണ്? റിലേറ്റിംഗ് ടു സൈറ്റ് അല്ലെ, കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടത്. റിലേറ്റിംഗ് ടു സൈറ്റ്, കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ ഈ രണ്ട് ഓർത്തോസ് അതുപോലെ ഒപ്റ്റിക്കോസ്, ഈ രണ്ട് ഗ്രീക്ക് വേർഡ്സുകളും ഒന്നിച്ചിട്ടാണ് എന്താണ് ഓർത്തോപ്റ്റിക് എന്ന് പറയുന്ന വേർഡ് വന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ഒന്ന് നോക്കിയേ, നേരായ കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെ, അങ്ങനെ ഒരു അർത്ഥത്തിലുണ്ട് അല്ലെ. നേരായ കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടത് എന്ന അർത്ഥം വരുന്ന ഏത് വേർഡ് വന്നത്? ഓർത്തോപ്റ്റിക് എന്ന് പറയുന്ന വേർഡ് വന്നത്. മനസ്സിലായാലും ആ ഒരു വേർഡിന്റെ ഒറിജിനേഷൻ എവിടെ നിന്നാണെന്നുള്ളത്. അത്രയും പോയിന്റ്സ് മാത്രമാണ് നമുക്ക് ഒഫ്താൽമോളജിയിൽ പറയാനുള്ളൂ കേട്ടോ. ഒഫ്താൽമോളജി എന്താണെന്ന് മനസ്സിലാക്കാം, എന്തെല്ലാം സേവനങ്ങൾ അത് തരുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു ജനറൽ ക്ലിനിക് അപ്പോയിന്റ്മെന്റ്സ്, ലേസർ ട്രീറ്റ്മെന്റ്, ഒപ്റ്റോമെട്രി. ഒപ്റ്റോമെട്രി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി, ഓർത്തോപ്റ്റിസ്റ്റ് ആരാണെന്നുള്ളത് മനസ്സിലാക്കി. ഇനി അടുത്തൊരു പോയിന്റ് കൂടെ കേട്ടാ, ഞാൻ കണ്ടില്ലായിരുന്നു. എന്താണത്? ഒഫ്താൽമിക് ഇമേജിംഗ്. എന്താണ് ഒഫ്താൽമിക് ഇമേജിംഗ്? എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് സ്പെഷ്യലിസ്റ്റ് എക്യുപ്മെന്റ്. എന്താണ് സ്വപ്ന? ഒപ്റ്റിക്കോസ്. ഒപ്റ്റിക്കോസിന്റെ അർത്ഥം, ഒപ്റ്റിക്കോസ് എന്ന് പറഞ്ഞ ഒരു ഗ്രീക്ക് വേർഡ് ആണ് കേട്ടോ. ഒപ്റ്റിക്കോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിന്റെ അർത്ഥം റിലേറ്റിംഗ് ടു സൈറ്റ് എന്നാണ്. അതായത് കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടത്. റിലേറ്റിംഗ് ടു സൈറ്റ്, കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടത് എന്നർത്ഥം വരുന്ന ഒപ്റ്റിക്കോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നും, അതുപോലെ സ്ട്രെയിറ്റ്, നേരായ എന്നർത്ഥം വരുന്ന ഓർത്തോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡ് രണ്ടും കൂടെ യോജിപ്പിച്ചിട്ടാണ് എന്ത് വന്നത്? ഈ പറയുന്ന
മറന്നുപോയല്ലോ, ഓർത്തോപ്റ്റിസ്റ്റ് കേട്ടോ. ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറയുന്ന വേർഡ് വന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇനി അടുത്ത ഒരു പോയിന്റും കൂടെ ഉണ്ട്, ഒഫ്താൽമിക് ഇമേജിംഗ്. ഒഫ്താൽമിക് ഇമേജിംഗ് എന്താണത്? ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് സ്പെഷ്യലിസ്റ്റ് എക്യുപ്മെന്റ് ടു ക്രിയേറ്റ് ദ ഡീറ്റെയിൽഡ് ഇമേജസ് ടു സപ്പോർട്ട് ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് എ റേഞ്ച് ഓഫ് ഐ കണ്ടീഷൻസ്. അല്ലെ, അതായത് വിവിധ തരത്തിലുള്ള നേത്ര പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ, നേത്ര രോഗങ്ങളും അവയുടെ രോഗനിർണയമൊക്കെ നടത്താനായിട്ട് നമുക്ക് എന്ത് വേണം? അതിന്റെ ഒരു ക്ലിയർ ഇമേജസ് വേണം അല്ലെ, ക്ലിയർ പിക്ചേഴ്സ് വേണം. ആ ഒരു ഇമേജസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യലിസ്റ്റ് എക്യുപ്മെന്റ്സ് അല്ലെ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഉപകരണങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒഫ്താൽമിക് ഇമേജിംഗ് എന്ന് പറയുന്നത്. ഒഫ്താൽമിക് ഇമേജിംഗ്, ഇമേജസ് എടുക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? പല വിധത്തിലുള്ള നേത്രരോഗങ്ങൾ ഡയഗ്നോസ് ചെയ്യാനും ട്രീറ്റ് ചെയ്യാനുമായിട്ട് അതിന്റെ ക്ലിയർ പിക്ചർ കിട്ടണം അല്ലെ, ഡീറ്റെയിൽഡ് ഇമേജസ് ലഭിക്കണം. അതിനു വേണ്ടിയിട്ട് സ്പെഷ്യലിസ്റ്റ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ, അതിനെയാണ് ഒഫ്താൽമിക് ഇമേജിംഗ് എന്ന് പറയുന്നത്. അതിലൂടെ ലഭിക്കുന്ന ഇമേജസിനൊക്കെ നമ്മൾ എന്ത് പറയും? ഒഫ്താൽമിക് ഇമേജസ് എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ കേട്ടോ ഒഫ്താൽമിക് ഇമേജിംഗ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഡിപ്പാർട്ട്മെന്റിലോട്ട് നമുക്ക് പോവാം. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത്? ഓർത്തോപീഡിക്സ്. ഇതാണ് ഓർത്തോപീഡിക്സ്. എന്താണ് ഓർത്തോപീഡിക്സ് എന്ന് പറഞ്ഞാല്? എന്തായിരിക്കും ഓർത്തോപീഡിക്സ്? പറഞ്ഞോളൂ, എന്തായിരിക്കും? ബോൺസ്, മസിൽസ്. ശ്രീതിക, പൂജ ഒക്കെ കറക്റ്റ് ആണ് കേട്ടോ. ലിഗമെന്റ്സ്, ബോൺസ്, ഓക്കെ, ടെൻഡൻസ് എല്ലാം ഉണ്ട് അല്ലെ. അതായത് ഈ പറയുന്ന അസ്ഥികള് അല്ലെങ്കിൽ നമ്മുടെ പേശികളുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ അത്തരം പ്രോബ്ലംസിനെ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. 1 സെക്കൻഡ് കേട്ടോ, ഞാൻ ഇത്തിരി വെള്ളം കുടിക്കട്ടെ. അപ്പൊ നമ്മള് ഓർത്തോപീഡിക്സ് ആണ്. നമുക്ക് വായിക്കാം. ദിസ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽസ് ദ പ്രോബ്ലംസ് ദാറ്റ് എഫക്ട് ദ മസ്കുലോസ്കെലറ്റൽ സിസ്റ്റം. എന്താണ് മസ്കുലോസ്കെലറ്റൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പേശി സംബന്ധമായിട്ടുള്ള പേശീയ വ്യൂഹം അല്ലെങ്കിൽ അസ്ഥിവ്യൂഹത്തിനെയൊക്കെ സംബന്ധിക്കുന്ന അത്തരം പ്രശ്നങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ഒരു വകുപ്പാണ് ഓർത്തോപീഡിക്സ് എന്ന് പറയുന്നത്. അടുത്തത് ദാറ്റ് ഇൻക്ലൂഡ്സ് ട്രീറ്റിംഗ് ബോണസ് എന്നാണ് കേട്ടോ എഴുതി വെച്ചിരിക്കുന്നത്. ബോണസ് അല്ല, ബോൺസ് ആണ് കേട്ടോ. BONES ആണ് കേട്ടോ. ബോൺസ്, ബോണസ് എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ദാറ്റ് ഇൻക്ലൂഡ്സ് ട്രീറ്റിംഗ് ബോൺസ്, അതുപോലെ തന്നെ മസിൽസ്, ടെൻഡൻസ്, ലിഗമെന്റ്സ് ഓർ ടെൻഡൻസ്, ഒരു ടെൻഡൻസ് മതി കേട്ടോ, ലിഗമെന്റ്സ്. അതുപോലെ തന്നെ എന്താണ് റീപ്ലേസിംഗ് ബോൺസ് ലൈക്ക് ഹിപ്പ് റീപ്ലേസ്മെന്റ്, നീ ക്യാപ്പ് റീപ്ലേസ്മെന്റ്. ഇതെല്ലാം സേവനങ്ങളാണ് അവർ നമുക്ക് തരുന്നത്. എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് അതിനകത്ത് നടക്കുന്നത് നോക്കിയേ. ട്രീറ്റിംഗ് ബോൺസ് അല്ലെ, അസ്ഥികള്. ബോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്ഥികള് അല്ലെ. അപ്പൊ അസ്ഥികളുടെ ട്രീറ്റ്മെന്റ്. അതുപോലെ മസിൽസ്, മസിൽസ് എന്താണ്? പേശികളാണ് അല്ലെ, പേശികള്. പിന്നെന്താണ്? ടെൻഡൻസ്. എന്താണ് ടെൻഡൻസ് എന്ന് അറിയാമോ? ഒന്ന് ജസ്റ്റ് എഴുതി വെച്ചോളൂ. ടെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ മസിലിനെ ബോൺസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു കണക്റ്റീവ് ടിഷ്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെൻഡൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? മസിൽ ഉണ്ടല്ലോ, പേശീനെ അസ്ഥിയുമായിട്ട് യോജിപ്പിക്കുന്ന ആ ഒരു കണക്റ്റീവ് ടിഷ്യൂ. ഓക്കെ, അതിനെയാണ് നമ്മൾ ടെൻഡൻസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോട്ടോ. എന്താണ് ടെൻഡൻസ് എന്ന് എഴുതി വെച്ചോളൂ, എഴുതിക്കോളൂ. ടെൻഡൻസ് എന്ന് പറഞ്ഞാല് എ ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂസ്, എ ഫൈബ്രസ്, FIBROUS, a fibrous connective tissues, കണക്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇനി ആരെ തമ്മിലാണ് കണക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കണക്റ്റീവ് ടിഷ്യൂസ് ദാറ്റ് അറ്റാച്ചസ് മസിൽ ടു ബോൺ. എന്താണ്? മസിൽ ടു ബോൺ. ഒന്നുകൂടെ വായിക്കാം. ടെൻഡൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂസ് ദാറ്റ് അറ്റാച്ചസ് മസിൽ ടു ബോൺ. അതായത് പേശിയെ ബോണുമായിട്ട്, അസ്ഥിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ കണക്റ്റീവ് ടിഷ്യൂസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെൻഡൻസ് എന്ന് പറയുന്നത്. കിട്ടിയല്ലോ? അപ്പൊ ടെൻഡൻസ് മനസ്സിലായല്ലോ.
അടുത്ത എന്താണ് ലിഗമെന്റ്സ്. ലിഗമെന്റ്സ് എന്താണെന്ന് അറിയാമോ? ഈ പറയുന്ന കണക്റ്റീവ് ഇതുപോലെ തന്നെ കണക്റ്റീവ് ടിഷ്യൂ ആണ്. പക്ഷെ അത് എന്തിനെ കണക്ട് ചെയ്യുന്നതെന്ന് അറിയാമോ? ബോൺ ടു ബോൺ. അതെ അതുല്യ, കറക്റ്റ് ആണ് കേട്ടോ. ബോൺ ടു ബോൺ കണക്ഷൻ. അതെ, ബോൺ ടു ബോണിന് കണക്ട് ചെയ്യുന്ന ഇതാണ്. അപ്പൊ എഴുതി വെച്ചോളൂ ലിഗമെന്റ്സ്. മലയാളത്തിൽ നമ്മള് സ്നായുക്കൾ എന്നാണ് കേട്ടോ പറയാ. സ്നായുക്കൾ എന്താണ് പറയാ? സ്നായുക്കൾ എന്ന് പറയും കേട്ടോ. അതായത് നമ്മളുടെ അസ്ഥികൾക്കൊക്കെ സ്ഥാനഭ്രംശം വരാതെ അതിന് സ്റ്റേബിൾ ആയിട്ട് പിടിച്ചു നിർത്തുന്ന ആൾക്കാരാണ് നമ്മളുടെ ലിഗമെന്റ്സ് എന്ന് പറയുന്നത്. എഴുതിക്കോളൂ. എ ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ, എ ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂസ് that attaches bone to bone, bone to bone. കിട്ടിയല്ലോ? ടെൻഡൻസ് ലിഗമെന്റ്സ് ക്ലിയർ ആയില്ലേ? ഇപ്പൊ ടെൻഡൻസും ലിഗമെന്റ്സും മാറിപ്പോകരുത്. ടെൻഡൻസ് എന്ന് പറഞ്ഞാൽ മസിൽ ടു ബോൺ ആണ് കേട്ടോ. മസിൽ ടു ബോൺ. ലിഗമെന്റ്സ് എന്ന് പറഞ്ഞാൽ ബോൺ ടു ബോൺ. ബോണിന്റെ ബോൺ ആയിട്ട് തന്നെ കണക്ട് ചെയ്യുന്ന ടിഷ്യൂസ് ആണ്. അപ്പൊ അവയ്ക്കൊക്കെ വരുന്ന പ്രശ്നങ്ങൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? റീപ്ലേസിംഗ് ബോൺസ് ലൈക്ക് ഹിപ്പ് റീപ്ലേസ്മെന്റ്. ഹിപ്പ് എന്ന് വെച്ചാൽ ഇടുപ്പലിന്റെ ഭാഗമാണ് കേട്ടോ. അപ്പൊ ഈ ബോൺസിന്റെ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ റീപ്ലേസ്മെന്റ് സർജറീസ് ഒക്കെ ചെയ്യും. ഹിപ്പ് റീപ്ലേസ്മെന്റ്, അതുപോലെ നീ ക്യാപ്പ് റീപ്ലേസ്മെന്റ്, അതായത് ഈ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ അത്തരത്തിലുള്ള സേവനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഓർത്തോപീഡിക്സ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഇനിയുണ്ട് അതർ ഔട്ട് പേഷ്യന്റ് സർവീസസ് ആൾസോ ഇൻക്ലൂഡ് ട്രീറ്റിംഗ് ഫ്രാക്ചേഴ്സ് ആൻഡ് ഡിസ്ലൊക്കേറ്റഡ് ജോയിന്റ്സ്. അതോടൊപ്പം തന്നെ എന്തൊക്കെ ഔട്ട് പേഷ്യന്റ് സേവനങ്ങൾ അവർ കൊടുക്കുന്നുണ്ട്? ട്രീറ്റിംഗ് ഫ്രാക്ചേഴ്സ് അല്ലെ? നമുക്ക് നമ്മളെ കയ്യോ കാലോ ഒടിഞ്ഞ് ഈ പറഞ്ഞ വീട് വല്ല ഒടിയൊക്കെ ചെയ്താൽ അതിന്റെ ട്രീറ്റ്മെന്റ്, ഫ്രാക്ചർ ഒക്കെ സംഭവിച്ച അതിന്റെ ട്രീറ്റ്മെന്റ്. പിന്നെ ജോയിന്റ്സ് എന്തെങ്കിലും ഡിസ്ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സ്ഥാനഭ്രംശമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ കറക്റ്റ് ആക്കാം. അങ്ങനെയുള്ള ഔട്ട് പേഷ്യന്റ് സേവനങ്ങളും ഏത് ഡിപ്പാർട്ട്മെന്റ് നൽകുന്നുണ്ട്? ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റ് നൽകുന്നുണ്ട്. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ അതോടുകൂടി ഓർത്തോപീഡിക്സ് കഴിയാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടെ പറയാം. എന്നിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്ത് പറയാം കേട്ടോ. അടുത്ത എന്താണ്? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പീഡിയാട്രിക്സ് ആൻഡ് നിയോനാറ്റോളജി. പീഡിയാട്രിക്സ് എല്ലാവർക്കും അറിയാം. എന്താണ്? കുട്ടികളുടെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട ഒരു വിഭാഗമാണ് പീഡിയാട്രിക്സ്. അതെ, ബേബി ആകുമ്പോൾ നിയോനാറ്റോളജി. ന്യൂ ബോൺ, നിയോ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ന്യൂ എന്നാണ് കേട്ടോ. ന്യൂ ബോൺ ബേബീസ്, അതെ, കുഞ്ഞു നവജാത ശിശുക്കൾ കേട്ടോ. അവരുടെയൊക്കെ ചികിത്സ അല്ലെങ്കിൽ അവരുടെ പരിചരണമൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. നമുക്കറിയാലോ. നമുക്ക് വായിക്കാം. ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജനറൽ പീഡിയാട്രിക്സ് പ്രൊവൈഡഡ് കോംപ്രിഹെൻസീവ് ഔട്ട് പേഷ്യന്റ് ആൻഡ് ഇൻപേഷ്യന്റ് കെയർ ഫോർ സിക്ക് ഇൻഫാന്റ്സ് ആൻഡ് ചിൽഡ്രൻ അല്ലെ? അതായത് ഈ പറയുന്ന പീഡിയാട്രിക് എന്ന് പറയുന്ന ആ ഒരു ജനറൽ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റ് പീഡിയാട്രിക് രോഗികളായിട്ടുള്ള നവജാത ശിശുക്കള്, അതുപോലെ തന്നെ കുട്ടികള്, അവർക്കൊക്കെ സമഗ്രമായിട്ടുള്ള ഒരു പരിചരണം കൊടുക്കുന്ന ഒരു വകുപ്പാണ് കേട്ടോ. ഇനി എന്താണ് നിയോനാറ്റോളജി എന്ന് പറഞ്ഞാല്? നിയോനാറ്റോളജി ഇസ് എ സബ് സ്പെഷ്യാലിറ്റി ഓഫ് പീഡിയാട്രിക്സ് കേട്ടോ. പീഡിയാട്രിക്സിന്റെ ഉപവിഭാഗമാണ്. എന്തെന്ന് പറയുന്നത്? നിയോനാറ്റോളജി എന്ന് പറയുന്നത്. ദാറ്റ് പ്രൊവൈഡ്സ് ദ മെഡിക്കൽ കെയർ ടു ദ ന്യൂ ബോൺ ചൈൽഡ്, എസ്പെഷ്യലി ദ ഇൽഡ് ഓർ പ്രിമച്വർ ന്യൂ ബോൺ ഇൻഫാന്റ്. അതായത് നവജാത ശിശുക്കൾ അല്ലെ? നവജാത ശിശുക്കൾക്ക് പ്രത്യേക പരിചരണം കൊടുക്കുന്ന ഒരു വിഭാഗമാണ് നിയോനാറ്റോളജി. പ്രത്യേകിച്ച് എന്താണ് അവർ പറയുന്നത്? പ്രിമച്വർ ബേബീസ് ഉണ്ടായിരിക്കും അല്ലെ? മാസം തികയാതെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങള്, അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ പ്രത്യേക പരിചരണം കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് നിയോനാറ്റോളജി. ഇറ്റ് ഈസ് എ ഹോസ്പിറ്റൽ ബേസ്ഡ് സ്പെഷ്യാലിറ്റി എന്നാണ് കേട്ടോ. ഇറ്റ് ഈസ് എ ഹോസ്പിറ്റൽ ബേസ്ഡ് സ്പെഷ്യാലിറ്റി ആൻഡ് ഈസ് യൂഷ്വലി പ്രാക്ടീസ്ഡ് ഇൻ നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, NICU എന്നാണ് പറയുന്നത് കേട്ടോ. NICUയുടെ ഫുൾ ഫോം എന്താണ്? നിയോനാറ്റൽ എന്ന് സൂചിപ്പിക്കുന്നത് നിയോനാറ്റൽ ICU ആണ് കേട്ടോ. നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അതായത് ഇതെന്ന് പറഞ്ഞ തികച്ചും എന്താണ്? ആശുപത്രി അധിഷ്ഠിതമായിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഈ പറയുന്ന നിയോനാറ്റോളജി. അത് ആ ഒരു സർവീസ് ആശുപത്രിയിൽ മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. പുറത്ത് വല്ല ക്ലിനിക്കിലൊന്നും കൊടുക്കുന്നില്ല. കാര്യം എന്താ? ന്യൂ ബോൺ ബേബീസ് ആണ് അല്ലെ? ജനിച്ചു വീഴുന്ന കുഞ്ഞു മക്കളാണ്, കുഞ്ഞു പാവങ്ങളല്ലേ. അപ്പൊ അതെന്ന് പറഞ്ഞ് ശരിക്കും ഹോസ്പിറ്റൽ അധിഷ്ഠിതമായിട്ട് തന്നെയുള്ള ഒരു സേവനമാണ്. അവരുടെ കെയറിങ് ഇതിലൂടെയാണ് കൊടുക്കുന്നത്? NICUയിലൂടെയാണ് കേട്ടോ. അതായത് നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്സിലൂടെയാണ്. അപ്പൊ സാധാരണ ഇപ്പൊ ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാല് പലപ്പോഴും എന്താണ്?
കുഞ്ഞുങ്ങൾക്ക് മഞ്ഞ കളർ അല്ലെ, മഞ്ഞപ്പിണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളൊക്കെ NICU കൊണ്ടാണ് വെക്കുക, ചൂടടുപ്പിക്കാനായിട്ടൊക്കെ കൊണ്ടുപോകുന്ന NICU. പിന്നെന്താണ്, മെഡിക്കൽ കെയർ ഇസ് ഗിവൺ ടു ബേബീസ് who are premature and low birth weight with the intrauterine growth retardation. ആ ടേം ശ്രദ്ധിക്കണം കേട്ടോ. ഇൻട്രായൂട്രെയിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ, IUGR എന്നാണ് കേട്ടോ പറയാ. IUGR എന്ന് വെച്ചാൽ ഇൻട്രായൂട്രെയിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ. അതായത് ഈ പറയുന്ന എന്താ പറയാ, ഗർഭാശയത്തിൽ തന്നെ ഉണ്ടാവുന്ന കുട്ടികൾക്ക് വൈകല്യങ്ങൾ വരിക. ഇപ്പം ചില നമ്മൾ പറയല്ലോ, ഇത്ര ആഴ്ചയിൽ ഇത്ര വളർച്ച ഉണ്ടായിരിക്കണം കുഞ്ഞുങ്ങൾക്ക്, ഓരോ വീക്സിലും ഇത്ര വളർച്ചയാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ഗ്രോത്ത് ഉണ്ടായിരിക്കണം കുഞ്ഞുങ്ങൾക്ക്. ഇപ്പൊ ചില കുട്ടികൾക്ക് അത് ഉണ്ടാവില്ല, ഈ പറയുന്ന പോലെ അതിനനുസരിച്ചുള്ള വളർച്ച ഉണ്ടാവില്ല. അത് പല കാരണങ്ങൾ കൊണ്ടാവാം. അമ്മയ്ക്ക് വേണ്ടത്ര പോഷകാഹാര കുറവുള്ളത് മൂലം അങ്ങനെ സംഭവിക്കാം. അപ്പൊ അതൊക്കെ കുഞ്ഞുങ്ങളുടെ വൈകല്യങ്ങൾക്ക് കാരണമാകും. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ പ്രിമച്വർ ഞാൻ പറഞ്ഞല്ലോ, മാസം തികയാതെ പ്രസവിക്കാം, അതൊരു ശരീരഭാരം കുറഞ്ഞ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. കുറഞ്ഞത് ഒരു 2500 മിനിമം വെയിറ്റ് പറഞ്ഞു, 2500. അതിലൊക്കെ കുറവായ കുഞ്ഞുങ്ങളൊക്കെ ജനിക്കുകയാണെങ്കിൽ അവരൊക്കെ ഈ പറയുന്ന NICU കിടത്തിയിട്ട് അവരെ ശരിക്കും ഒന്ന് വെയിറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പിന്നീട് എന്താണ് പുറത്തേക്ക് വിടുള്ളൂ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള സേവനങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ നിയോനാറ്റോളജി എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ ബെർത്ത് ഡിഫക്ട്സ്, ജന്മന ഉണ്ടാകുന്ന വൈകല്യങ്ങൾ. ഓക്കെ, ഇനി പീഡിയാട്രിക് സർജറി ഈസ് ദ ഡിപ്പാർട്ട്മെന്റ് ദാറ്റ് ഡീൽസ് വിത്ത് ഓൾ സർജിക്കൽ കണ്ടീഷൻസ് ഫ്രം ബർത്ത് ടു ദ ഏജ് ഓഫ് 15 ഇയേഴ്സ്. അതായത് ജനനം മുതൽ ഒരു 15 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ശസ്ത്രക്രിയാ സാഹചര്യങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പാണ് ഇത് പീഡിയാട്രിക് സർജറി എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ്. ഇതിൽ കൂടുതലൊന്നും നമുക്ക് പറയാനില്ല. പീഡിയാട്രിക്സ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം, നിയോനാറ്റോളജി എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. നിയോനാറ്റോളജിയിൽ ആ ഒരു NICU കേട്ടോ, അതിന്റെ ഫുൾ ഫോം അറിഞ്ഞു വെക്കണം. ഈ പറയുന്ന എന്താണ്, നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ്. എന്തൊക്കെ സേവനങ്ങളാണ് അവർ കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി വെക്കാം. അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ്സുകൾ ഏതൊക്കെയായിരുന്നു? നെഫ്രോളജി പറഞ്ഞിരുന്നു നമ്മള്. നെഫ്രോളജി എന്തായിരുന്നു ജസ്റ്റ് കൺക്ലൂഡ് ചെയ്ത് പറയാണ് കേട്ടോ. അതില് കൺക്ലൂഡ് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട പോയിന്റ്സ് ആണ് കേട്ടോ, പോയിന്റ്സ് ടു റിമെമ്പർ, ഓർക്കേണ്ട പോയിന്റ്സ് ആണ് പറയുന്നത്. നെഫ്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പാണ്. ഇനി എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ് ഈ പറയുന്ന കിഡ്നി സംബന്ധമായ ഇഷ്യൂസ്? നമ്മുടെ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഹൈപ്പർ ടെൻഷൻ, അതുപോലെ ഡയാലിസിസ്, ട്രാൻസ്പ്ലാന്റ്, ഇങ്ങനെയുള്ള സേവനങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. സേവനങ്ങളും ട്രീറ്റ്മെന്റ്സ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ കണ്ടത് ന്യൂക്ലിയർ മെഡിസിൻ. ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത് ഒരു റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു? ട്രീറ്റ്മെന്റിനും ഡയഗ്നോസിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഇനി എന്തൊക്കെ ചികിത്സയാണ്, എന്തൊക്കെ അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് ആണ് അവിടെ കൊടുക്കുന്നത്? ഹൈപ്പർ തൈറോയിഡിസം, അതുപോലെ തൈറോയിഡ് ക്യാൻസർ, ലിംഫോമാസ്, ബോൺ പെയിൻ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് അവിടെ പൊതുവായിട്ട് കൊടുക്കുന്നത്. പിന്നെ ഈ പറയുന്ന റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ നമ്മൾ ത്രൂ ഇഞ്ചക്ഷനിലൂടെയാണ് ഹ്യൂമൻ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നത്. അത് ട്രാക്ക് ചെയ്യാനായിട്ട് സ്പെഷ്യലി ഡിസൈനഡ് ആയിട്ടുള്ള ക്യാമറാസ് ഉണ്ടായിരിക്കും. പിന്നെ ന്യൂക്ലിയർ മെഡിസിൻ യൂസ് ചെയ്തിട്ടുള്ള ഇമേജിംഗ് ടെസ്റ്റുകൾക്ക് എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു, സ്പെക്റ്റും പെറ്റും. സ്പെക്റ്റിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രഫി, ആൻഡ് പെറ്റ് എന്ന് പറഞ്ഞാൽ പൊസിട്രോൺ എമിഷൻ ടോമോഗ്രഫി. ക്ലിയർ? നെക്സ്റ്റ് വരുന്നത് ഓങ്കോളജി, ക്യാൻസർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ്. അതിനകത്ത് 3 ഏരിയാസ് നമ്മൾ പറഞ്ഞു. ഒന്ന് മെഡിക്കൽ ഓങ്കോളജി, മെഡിസിൻസ് യൂസ് ചെയ്തിട്ട് ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യുന്നു, ഇൻക്ലൂഡിംഗ് കീമോതെറാപ്പി. ദെൻ സർജിക്കൽ ഓങ്കോളജി എന്ന് പറഞ്ഞാൽ സർജിക്കൽ പ്രൊസീജിയറിലൂടെ ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ബയോപ്സി ഒക്കെയാണ് എക്സാമ്പിൾ പറഞ്ഞത്. പിന്നെ റേഡിയേഷൻ ഓങ്കോളജി, റേഡിയേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യുന്ന ഏരിയയാണ് റേഡിയേഷൻ ഓങ്കോളജി. അപ്പൊ ആ 3 ഏരിയസ് നമ്മൾ പറഞ്ഞിരുന്നു. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒഫ്താൽമോളജി അല്ലെ, കണ്ണ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഇനി അവരിൽ എന്തൊക്കെ സേവനങ്ങൾ നമുക്ക് തരുന്നുണ്ട്? ജനറൽ ഐ ക്ലിനിക് അപ്പോയിന്റ്മെന്റ്സ്, ദാറ്റ് മീൻസ് റെഗുലർ ഐ ചെക്കപ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ലേസർ ട്രീറ്റ്മെന്റ്, ഒപ്റ്റോമെട്രി. ഒപ്റ്റോമെട്രി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രൈമറി എന്താണ് ഈ പറയുന്ന ഐ കെയർ പ്രൊഫഷൻ ആണ് കേട്ടോ ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത്. ഓർത്തോപ്റ്റിസ്റ്റ് എന്താണെന്ന് നമ്മൾ കണ്ടിരുന്നു. പിന്നെ ഒഫ്താൽമിക് ഇമേജിംഗ്, അതും നമ്മൾ മനസ്സിലാക്കി. ദെൻ നമ്മൾ ഓർത്തോപീഡിക്സ് അല്ലെ, ബോൺസും ഈ പറയുന്ന മസിൽസും ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നു. എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നുള്ളത് നമ്മൾ കണ്ടു. ട്രീറ്റിംഗ് ബോൺസ്, മസിൽസ്, ടെൻഡൻസ്, ലിഗമെന്റ്സ്, അതുപോലെ ഹിപ്പ് റീപ്ലേസ്മെന്റ് സർജറീസ്, നീ ക്യാപ്പ് റീപ്ലേസ്മെന്റ് സർജറീസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നു.
ദെൻ ലാസ്റ്റ് പറഞ്ഞത് പീഡിയാട്രിക്സ് ആൻഡ് നിയോനാറ്റോളജി. പീഡിയാട്രിക്സ് എന്ന് പറയുമ്പോൾ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടത്, നിയോനാറ്റോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ന്യൂബോൺ ബേബീസിന്റെ ചികിത്സയുമായിട്ട് അല്ലെങ്കിൽ അവരുടെ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ടെൻഡൻസി ലിഗമെന്റ്സ് ഒക്കെ എന്താന്ന് പറഞ്ഞിരുന്നു, എഴുതിയെടുത്തെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ? ക്ലിയർ ആണോ ഇന്നത്തെ ക്ലാസ്? റേഡിയോ ആക്റ്റീവ് എന്ന് പറഞ്ഞ ഒന്നും കൂടി പറയോ? റേഡിയോ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ കിട്ടുന്നോളെ, റേഡിയോ ആക്റ്റീവ് ആണ്. റേഡിയേഷനെ ആക്റ്റീവ് ആക്കുന്ന, അല്ലെങ്കിൽ റേഡിയേഷനെ എന്താണ് ഈ പറയുന്ന വികിരണങ്ങൾ, റേഡിയേഷൻസിന് പുറത്തുവിടുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അത് നമ്മൾ പല ട്രീറ്റ്മെന്റിനും ഉപയോഗിക്കുന്നുണ്ട്. ക്യാൻസർ, ഹൃദ്രോഗം, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾക്കൊക്കെ ട്രീറ്റ്മെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത്രയും റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്. എന്താണ് നിഖിലേക്ക് എന്താണ് ഒപ്റ്റോമെട്രി അല്ലെ? ഒപ്റ്റോമെട്രിയില് അതാണോ വേണ്ടത്? ഒപ്റ്റോമെട്രി മീൻസ് എന്താണ്? ഇറ്റ് ഈസ് എ ഹെൽത്ത് കെയർ പ്രൊഫഷൻ, ഹെൽത്ത് കെയർ പ്രൊഫഷൻ that focuses on the eyes and vision, കേട്ടോ. അതായത് ശരിക്കും പറഞ്ഞാല് പ്രൈമറി ഐ കെയർ പ്രൊഫഷണൽസ് ആണ്. പ്രാഥമികമായിട്ടുള്ള ഈ കണ്ണ് പരിശോധനകള് നടത്തുന്ന ആളുകളെയാണ് നമ്മൾ ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന് പറയുന്നത്. പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുള്ളൂ കേട്ടോ. അല്ലാതെ സർജറിയോ വളരെ ഡീപ്പായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒന്നും അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. പ്രാഥമികമായിട്ടുള്ള പരിചരണം, ഇപ്പൊ കണ്ണ് ജസ്റ്റ് ഒന്ന് എക്സാമിൻ ചെയ്യുക, അതുപോലെ ലെൻസ്, ഇപ്പൊ കണ്ണട വെക്കേണ്ട കേസ് ആണെങ്കിൽ അവരുടെ പവർ, എത്ര പവറിലുള്ള ലെൻസ് ആണ് അവർ യൂസ് ചെയ്യുന്നത് എന്ന് അവരെ സജസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള പ്രിസ്ക്രിപ്ഷൻസ് കൊടുക്കുക. പിന്നെ ബേസിക് ആയിട്ടുള്ള മെഡിക്കേഷൻസ്, ഐ ഡ്രോപ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തില്ലേ, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളാണ് കേട്ടോ ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന് പറയുന്നത്. അതിന് ഡോക്ടറൽ ഡിഗ്രി ഉള്ള ആളുകളല്ല, പകരം BSc ഒപ്റ്റോമെട്രി, അതിന്റെ ഡിഗ്രി കോഴ്സ് ഉണ്ട്, ഡിപ്ലോമ കോഴ്സ് ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആണ്. ക്ലിയർ ആയല്ലോ? ഇനി എന്തെങ്കിലും ഉണ്ടോ ഡൗട്ട്സ്? ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ ഇന്നത്തെ ക്ലാസ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, എന്നാ താങ്ക് യു.